ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ആരംഭിക്കാം. അപ്പോൾ ഞാൻ KSEB-യിൽ ഇത് പേഴ്സണൽ ഫിനാൻസ് സംബന്ധിച്ച് ഒരു 3-4 ക്ലാസ്സുകൾ നടത്തിയിരുന്നു. അത് നടത്താനുള്ള ഒരു കാരണമുണ്ട്. കാരണം കേരളത്തിൽ അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള ഒരു വിഭാഗമാണ് KSEB-യിലെ ഓഫീസർമാരൊക്കെ. പക്ഷെ എന്നാലും പിന്നെ പല ഘട്ടങ്ങളിലും അവരുടെ ഒരു ഫിനാൻസ് മാനേജ്മെന്റ് വളരെ അബദ്ധമാണ് എന്നുള്ളത് ഞാൻ ഇവിടെയുള്ളൊരു സംഘടനാ നേതാവും കൂടി ആയപ്പോൾ എനിക്ക് പല ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് ഇത്രയും വരുമാനമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അത് ഞങ്ങൾ പിരിവൊക്കെ എടുക്കേണ്ട സാഹചര്യമാണ്. ഉദാഹരണം, ഒരാൾക്ക് ഒരു ആക്സിഡന്റ് വന്നാൽ, അല്ലെങ്കിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വന്നാൽ, ഇങ്ങനെയൊക്കെ വരുന്ന ഘട്ടങ്ങളിലൊന്നും അവർക്ക് സ്വന്തമായിട്ട് അത്തരം കാര്യങ്ങൾ പിന്നെ നേരിടാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ അത് സംബന്ധിച്ചാണ് ഒരു എടുത്ത ഒരു ക്ലാസ് ആണ് ഞാൻ അന്ന് ജോഷി കണ്ടു എന്ന് പറയുന്ന ആ വീഡിയോയിലുള്ളത്. ആ ക്ലാസ് യഥാർത്ഥത്തിൽ ഒരു 30 മുതൽ KSEB-യിലെ ഒരു ഓഫീസറായിട്ട് വരുന്ന ഒരു പിന്നെ 28 ആ ഇയറിലെ വരിക. ഒരു 30 to 55 വരെയുള്ള എല്ലാ ഓഡിയൻസിനും കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ആ ക്ലാസ്സും നമ്മുടെ ഒരു 50+ ക്ലാസ്സും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ പിന്നെ ഒരു വിഭാഗം ഈ 20 തൊട്ട് 40 വരെയുള്ള ഒരു പ്രായത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പറഞ്ഞാൽ അഗ്രസീവായിട്ട് നമുക്ക് വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ഫേസ് ഡിഫറെന്റ് ആണ്. എന്നാൽ നമ്മൾ 50കളിൽ എത്തുമ്പോൾ നമ്മുടെ ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഉള്ള പൈസ സംരക്ഷിച്ചു വെക്കുക, കൂടുതൽ റിസ്ക് ഇല്ലാത്ത രീതിയിൽ റിസ്ക് മിറ്റിഗേഷൻ നടത്തുക. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തിലും ഇൻഫ്ലേഷൻ വ്യത്യസ്തമാണ്. എന്നാലും ഇൻഫ്ലേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്യാഷ് ഫ്ലോ നമ്മുടെ ഒരു റിട്ടയർമെന്റ് പീരീഡിൽ ഉറപ്പുവരുത്തുക. കാരണം പറഞ്ഞാൽ 50 വയസ്സിന് മേലെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 60 വയസ്സൊക്കെ എത്തുമ്പം ഭൂരിഭാഗം ആൾക്കാരും ഒരു റിട്ടയർമെന്റ് മോഡിലേക്ക് പോകും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രിസർവേറ്റീവ് അപ്രോച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം ഈ 50+ലേക്ക് കടക്കുമ്പോൾ. നേരത്തെ ഒരു ക്ലാസിന്റെ ഒരു ഫോക്കസ് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഫോക്കസ് ആയിരുന്നു. എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഏത് രീതിയിൽ ചെയ്യണം, നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. അത് ഈ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് തമിഴ്നാട്ടിലെ ക്ലാസ്സിൽ അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഏതെങ്കിലും സംശയത്തിന്റെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് ചെയ്യാം. ഇതില് എപ്പോഴും നമ്മൾ ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് എത്ര പിന്നെ ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും നമ്മൾക്ക് പലപ്പോഴും ആളുകളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവത്തിൽ കാണുന്നത് അവരുടെ കയ്യിലുള്ള വെൽത്തിന്റെ ലിക്വിഡിറ്റി വളരെ മോശമാണ്. ലിക്വിഡിറ്റി മോശമാണെന്നാൽ ലിക്വിഡ് അല്ലാത്ത അസറ്റുകളിലാണ് ഭൂരിഭാഗം പേരും ധാരാളം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് പൊതുവെ കാണുന്നത്. ലിക്വിഡ് അല്ലാതെ പറഞ്ഞാൽ എൻ്റെ ഇവിടെയൊക്കെ ഞങ്ങളുടെ പരിചയമുള്ള ധാരാളം ആളുകളുടെ ഒരു വെൽത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം സ്ഥലങ്ങൾ വാങ്ങുക, വീട് വാങ്ങുക, ഫ്ലാറ്റ് വാങ്ങുക. ഇവിടെ എൻ്റെ ഒരു പരിചയത്തിൽ തന്നെ 3-4 ഫ്ലാറ്റൊക്കെ അല്ലെങ്കിൽ പിന്നെ 2-3 വീടുകളൊക്കെ വാങ്ങി വെച്ചിട്ടുള്ള ധാരാളം ആളുകൾ. എന്നാൽ അവരുടെ ഒരു വെൽത്ത് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിക്വിഡ് അസറ്റ്സ് വളരെ കുറവായിരിക്കും. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 ദിവസം കൊണ്ടെങ്കിലും കിട്ടുന്ന പൈസയാക്കാൻ പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ഒരു 50+ ഇയേഴ്സിലെത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് പിന്നെ ഒരു ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തെ നമുക്ക് ജീവിക്കേണ്ട പൈസ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം. അവിടെ നിങ്ങൾ ലാഭമോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വലിയ ഗ്രോത്തോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും മന്ത്ലി എക്സ്പെൻസ് ഒക്കെ വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മൾക്കത് കറക്റ്റ് ആ രീതിയിൽ ലിക്വിഡ് ആയിട്ട് വെക്കുന്ന, നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇടാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇടാം,
അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ടേം ഡെപ്റ്റ് ഫണ്ടുകളിലിട്ട് അങ്ങനെ എവിടെ ഇട്ടാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് രീതിയിൽ ഏറ്റവും ചുരുങ്ങിയതാണ് 6 മാസം. നിങ്ങൾക്ക് 1-2 years ഓഫ് ലിവിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ട്, പെട്ടെന്ന് പിന്നെ പൈസക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത്, ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ പിന്നെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്, അത് വളരെ പ്രധാനമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഹെൽത്ത് പോളിസി. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് അതാണ്. ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇന്ത്യയിൽ വളരെ വളരെ മോശം. കേരളത്തിലും എനിക്ക് തോന്നുന്നു അത് ഇനിയും ആ ഒരു സ്വഭാവം ഇവൻ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലോ ഒന്നും വലുതായിട്ട് മെച്ചപ്പെട്ടിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അത് രണ്ട് രീതിയിലാണ്. കാരണം ചിലർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവും. കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സർക്കാരിലൊക്കെ മെഡിസപ്പ് പോലുള്ള ചെറിയ ചെറിയ പോളിസികളുണ്ട്. KSEBിയിലൊന്നും പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അങ്ങനെ ഇല്ല. അവര് അതല്ലേ, അപ്പൊ നമ്മളൊക്കെ പുറത്തുനിന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ളവരുടെ കാര്യം നോക്കിയാൽ പോലും പലർക്കുമുള്ള പോളിസി ഞാൻ നോക്കുമ്പോൾ ആവറേജ് 3 ലക്ഷം 5 ലക്ഷം ഒക്കെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾക്ക് ഹെൽത്ത് ഉള്ളപ്പോൾ മാത്രമേ കിട്ടൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ് ഹെൽത്ത് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കോ നിങ്ങളുടെ സ്പൗസിനോ മക്കൾക്കോ അറ്റം വന്നു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് വേണം, അത്രയും കൂടിയ പ്രീമിയം, നിങ്ങൾ അഡീഷണലി നിങ്ങൾക്ക് അത്രയും കൂടിയ പ്രീമിയം കൊടുത്താൽ മാത്രമാണ് ആ ഒരു പോളിസി നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് നന്നായിരിക്കുന്നത് സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം. എത്ര എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കണം എന്നാണ്. അൺലിമിറ്റഡ് ഇല്ല. ഇനി ഇപ്പൊ 3-4 കമ്പനികൾ ഇന്ത്യയിൽ അൺലിമിറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൽകുന്നുണ്ട്. അത് പിന്നെ ഇനി വൺ ടൈം അൺലിമിറ്റഡ് അല്ലെങ്കിൽ ബാക്കി ലിമിറ്റഡ് പോളിസികൾ നൽകുന്ന കമ്പനികളുണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ അൺലിമിറ്റഡ് എടുക്കുന്നില്ല, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ 1 കോടി രൂപയുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ എനിക്ക് ഉള്ള ഒരു അനുഭവം, ഇവിടെ എൻ്റെ ഒരു പിന്നെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഒരു ബൈക്ക് ആക്സിഡന്റ്, 1.5 കൊല്ലം ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോ അവര് തിരുവനന്തപുരം കിംസില് അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ആദ്യത്തെ 1.5 മാസം കൊണ്ട് അവരുടെ ഹോസ്പിറ്റൽ ബില്ല് 65 ലക്ഷമായിരുന്നു. അവർക്ക് ഇതുവരെ 1.5 കൊല്ലം ഇതുവരെ ഇല്ല അവരുടെ ഹോസ്പിറ്റൽ ബില്ല് ഏകദേശം 1.7 crore അത്. എന്നിട്ടും പിന്നെ ആ ആള് ഇപ്പോൾ ഒരു സെമി കോമ സ്റ്റേജിൽ. അത് ഹെൽത്തിന്റെ കോസ്റ്റ് എവിടെ എത്തുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ ഒരു ദിവസം 60,000 ഒക്കെ 70,000 ഒക്കെയാണ് പല പ്രീമിയം ഹോസ്പിറ്റൽസ് ഇവിടെ ചാർജ് ചെയ്യുന്നത് കേരളത്തിൽ. നിങ്ങൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും, പക്ഷേ ഇതിലൊന്നും വലിയ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പല സ്ഥലത്തും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ ഹെൽത്ത് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വെൽത്തോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ഈ ഹെൽത്ത് മാനേജ് ചെയ്യുന്നുള്ള സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് വേണ്ടാതെ ഒരു വിഭാഗമുണ്ട്. നിങ്ങൾ വളരെ അൾട്രാ റിച്ച് ആണെങ്കിൽ, നിങ്ങളുടെ വെൽത്ത് ഒരു 50-100 crore മുകളിലുള്ളവരാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ താഴെയുള്ള സാധാരണഗതിയിൽ ഒരു പിന്നെ നിങ്ങളുടെ ഒരു മൊത്തം വെൽത്ത് പോർട്ട്ഫോളിയോ ഒരു 10 crore ഓർ ബിലോ ആണ്. നിങ്ങൾക്ക് അത്രയാണ് നിങ്ങളുടെ വെൽത്ത് ഒക്കെ എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ഇത് വേണം. ഇതിൽ തന്നെ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു. കാരണം ഞാൻ പോളിസി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ പോളിസി എടുക്കാൻ ഭയങ്കര കോസ്റ്റാണ്. കാരണം പോളിസിയുടെ ഒരു 99.9% ക്ലെയിമും വരുന്നത് 10 ലക്ഷത്തിൽ താഴെയാണ്. 99.8% ആണ് IRDAയുടെ നേരത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം. 99% മേലെ പോളിസികളിലും 10 ലക്ഷത്തിനുള്ളിലെ ക്ലെയിം വരും. അപ്പോ 1 കോടിയുടെ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രീമിയം വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് മുകളിലോട്ട് പോകുമ്പോൾ പ്രീമിയം വളരെ കുറവാണ്. ഞാൻ എടുത്തിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണം, 10 ലക്ഷത്തിന് ഞാനൊരു ബേസ് പോളിസി എടുത്തിട്ടുണ്ട്. ബാക്കി 90 ലക്ഷത്തിന് ഒരു സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയാണ്. ഈ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി മാത്രം നിങ്ങൾക്ക് എടുക്കാം.
വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസ് പോളിസി ഒന്നും ഇല്ലെങ്കിൽ എടുക്കാം. ആ സൂപ്പർ ടോപ്പ് പോളിസിക്ക് എന്റെ 4 അംഗ ഫാമിലിക്ക്, ഞാൻ വൈഫ് 2 മക്കൾ, ഈ 4 അംഗ ഫാമിലിക്ക് ഒരു വർഷം വരുന്ന ചെലവ് 4000 രൂപ താഴെയാണ്. ഈ 4000 രൂപ താഴെ നിങ്ങൾ ഇന്ത്യയിൽ ചെലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 10 ലക്ഷം നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി തരില്ല. ഈ ശരിക്കും ആദ്യത്തെ 10 ലക്ഷം നമുക്ക് ചെലവാക്കാൻ ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും ടഫ് അതിന് മേലെയുള്ള എമൗണ്ട് ആണ്. അതിന് മുകളിലുള്ള 90 ലക്ഷം അവർ നമുക്ക് തരും. അപ്പൊ ആ കാര്യം നമ്മൾ പിന്നെ ശ്രദ്ധിക്കണം. ഇത്രയും കുറഞ്ഞ ചെലവിൽ ഒരു സൂപ്പർ ടോപ്പ് പോളിസി എങ്കിലും എടുത്തു വെച്ചാൽ, നിങ്ങൾ ഇനി NRI ആയിക്കോട്ടെ, NRI ആണെങ്കിൽ പോലും പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇന്ത്യയിലൊന്നും എടുത്തു വെക്കണം. ഇന്ത്യയിൽ തിരിച്ചു വന്ന് നിങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കണം. NRIസിന് പിന്നെ നോർമൽ പോളിസികളിൽ പോലും ഹെവി ഡിസ്കൗണ്ട് ഉണ്ട്. 40%, 50% ഒക്കെ പോളിസിയിൽ ഡിസ്കൗണ്ട് കിട്ടും. കാരണം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ ഇവിടെ ആരും പോളിസി തരില്ല. നിങ്ങൾ ഇന്ത്യയിൽ തിരിച്ചു വരുന്നില്ല എന്നെങ്കിൽ പോളിസി ഉണ്ടെന്ന് ആവശ്യമില്ല. പക്ഷെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഹെൽത്ത് കണ്ടീഷൻ നല്ലതല്ലെങ്കിൽ പോളിസി കിട്ടില്ല. ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. കാരണം നിങ്ങൾ വൺസ് ഒരു പോളിസി എടുത്ത് നിങ്ങൾക്ക് എത്ര വലിയ രോഗം വന്നാലും നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് സാധിക്കില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. പിന്നെ നമ്മള് പിന്നെ ലയബിലിറ്റി ക്ലിയറൻസ് ആണ്. നമ്മൾ ഇനിയിപ്പം ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ലോണ്, ഡെപ്റ്റ്, ആ സ്റ്റേജൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും പിന്നെ ഒരു 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ട് ആൾക്കാരോട് ലയബിലിറ്റി ഒക്കെ മാനേജ് ചെയ്യുന്ന വിധമൊക്കെ നമ്മൾ സാധാരണ പറയും. ഇതില് ഇപ്പോൾ ലയബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞു വരുന്ന പീരീഡാണ്. ഭൂരിഭാഗം പേർക്കും ലയബിലിറ്റി ഒക്കെ 0 ആയിരിക്കും. ഇനി കുറച്ച് ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ലയബിലിറ്റി ഒക്കെ അതിന്റെ എൻഡിങ് സ്റ്റേജിലായിരിക്കും. ലോൺസിന്റെ ഒക്കെ പുതിയ ലോണുകള്, ഡെപ്റ്റുകളൊക്കെ കഴിയുത്ര എലിമിനേറ്റ് ചെയ്യണം, പ്രത്യേകിച്ചിട്ട് നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് ആയതുകൊണ്ട്. അടുത്തത് ടേം കവറാണ്. ഇതൊക്കെ ഒരു ഇൻഷുറൻസിൽ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് ഒറ്റ കാര്യം വേണ്ടു, നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്, ഡിപ്പെൻഡൻസിന് വേറെ വരുമാനമില്ല എങ്കിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് വേണം. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചാൽ ഒരു നിശ്ചിത തുക ഇവർക്ക് കിട്ടുന്നതാണ്, നിങ്ങളുടെ ഡിപ്പെൻഡൻസിന് കിട്ടുന്നതാണ് ടേം ഇൻഷുറൻസ്. വേറെ ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഇൻഷുറൻസ് മാത്രമേ എടുക്കാവൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് വിൽക്കപ്പെടുന്നത് പല പ്രൊഡക്റ്റുകളും ഇൻഷുറൻസേ അല്ല. അപ്പൊ ആ ടേം ഇൻഷുറൻസിന്റെ കാര്യം നമ്മൾ എപ്പോഴും നോക്കണം. പിന്നെ റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റിന്റെ കാര്യത്തിൽ അതാണ് ഈ ഓഡിയൻസ്, പല ടൈപ്പ് ഓഡിയൻസ് ഉണ്ടാകുമ്പോൾ ഈ റിട്ടയർമെന്റ് ടാർഗറ്റിൽ വലിയ പ്രശ്നമാണ്. ഈ റിട്ടയർമെന്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല വരിക. കാരണം ഞാൻ ഗവൺമെന്റ് ഇപ്പോ KSEBയിലോ ഗവൺമെന്റ് ഓഫീസർമാർക്ക്, ഞങ്ങളെയൊക്കെ പ്രായത്തിൽ നമ്മൾ ഗവൺമെന്റ് കയറുമ്പോ ഞങ്ങൾക്ക് പിന്നെ പെൻഷൻ ഉണ്ട്. ഇപ്പോഴും അത് മാറി. 2004 ശേഷം ഗവൺമെന്റിലും പിന്നെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ 2013 ശേഷം ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്, നമ്മൾ അടക്കുന്ന പൈസക്ക് കണക്കായിട്ടുള്ള പെൻഷൻ. പക്ഷെ നമ്മൾ അതിന് മുന്നേ ഉള്ളവർക്ക് ഇപ്പോ പിന്നെ ഈ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് പെൻഷൻ കിട്ടും. കാരണം ഓരോ തവണയും DA വർധനവുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള അത്യാവശ്യം വരുമാനം എപ്പോഴും നിങ്ങൾക്ക് പെൻഷൻ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ റിട്ടയർമെന്റ് ടാർഗറ്റ് ഇത്ര ടഫല്ല. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് ടാർഗറ്റ് നമുക്ക് കൃത്യമായിട്ട്, നമുക്ക് ഒരു US നമ്മൾ റിട്ടയർമെന്റ് ടാർഗറ്റ് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഉള്ള ആകെ പിന്നെ നമ്മുടെ ഒരു ലിക്വിഡ് ഒരു 4% ആണ് നമുക്ക് പിന്നെ ഓരോ വർഷം ഉപയോഗിക്കാൻ പറ്റുക. പക്ഷേ ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ, ഇന്ത്യയിൽ ഹൈ ഇൻഫ്ലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇന്ത്യയിലെ സാഹചര്യത്തിൽ നമുക്ക് 3% ഉപയോഗിക്കാൻ പറ്റും. 3% പിന്നെ മാത്രമാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് എത്ര വരുന്നുണ്ടോ, നിങ്ങൾക്ക് ചെലവ് എത്ര വരുന്നുണ്ടോ, ഈ വർഷമാണ് നിങ്ങൾ പിന്നെ വിരമിക്കാൻ പോകുന്നത്. ഈ വർഷം നിങ്ങളുടെ ചെലവിന്റെ വാർഷിക ചെലവിന്റെ 33 ഇരട്ടിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു തുക ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ആ രീതിയിൽ അസറ്റ്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കൃത്യമായി പിന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാണ്ട് അടുത്ത വരുന്ന ഒരു 30-35 വർഷം സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പിന്നെ ഇപ്പോഴത്തെ ഈ മാസം നിങ്ങൾ റിട്ടയർ ചെയ്തു, നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷമാണ് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ്, നിങ്ങളുടെ ഏകദേശം ഒരു 4 കോടി രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ ലിക്വിഡ് അസറ്റ്സ് അതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പിന്നെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ഈ വർഷമാണ് 1 ലക്ഷം, അടുത്ത വർഷം ആകുമ്പോൾ പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 1,00,000
6,000 രൂപ വരും എന്നുള്ള അസംഷനിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 12 ലക്ഷം 33 4 കോടി ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതിന് മുകളിലോട്ടുണ്ടെങ്കിൽ ഓക്കെ. കാരണം ഞാൻ ലിക്വിഡ് അസറ്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വീടോ പിന്നെ പറമ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ അതായിരിക്കും. പക്ഷെ പിന്നെ ലിക്വിഡ് അസറ്റ്സിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പൊതുവെ മലയാളികൾക്ക് പൈസ ഇടുക എന്ന് പറഞ്ഞാൽ മലയാളി വളരെ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. കാരണം പലപ്പോഴും പൈസ വളരെ കൺസർവേറ്റീവ് ആണ്. FD ഇടും, പിന്നെ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കിൽ ഇടുക. ഞാൻ എന്റെയൊക്കെ KCB-യിലൊക്കെ ഞാൻ ഈ വലിയ പൈസ 20-30 ലക്ഷം രൂപ പോലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും പേടിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാലമൊക്കെ മാറുകയാണ്. നിങ്ങളുടെ ഒരു നിശ്ചിത പോർട്ട്ഫോളിയോ നിർബന്ധമായും പിന്നെ ഇക്വിറ്റിയിലേക്ക് പോകണം. അത് നിർബന്ധമാണ്. കാരണം എന്നാല് നിങ്ങൾക്ക് റിട്ടയർമെന്റ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് വേരി ചെയ്യാം. കാരണം നിങ്ങളുടെ ഏജ് ഇപ്പൊ 100-ൽ നിന്ന് നിങ്ങളുടെ ഏജ് കുറയ്ക്കുക. ഇപ്പൊ നമ്മൾക്കൊരു 50 വയസ്സാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് 50% ഇക്വിറ്റിയിലേക്ക് പോകാം. നിങ്ങൾ 60 വയസ്സാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ 100 - 60 നിങ്ങൾക്ക് 40% നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള FD-യിലേക്ക് പോകാം. അല്ലെങ്കിൽ സേവിങ് ഇവിടെ ധാരാളം പിന്നെ ഗവൺമെന്റ് തന്നെ സീനിയർ സിറ്റിസൺ സേവിങ് ഒരു സെപ്പറേറ്റ് സ്ഥാനമുണ്ട്. 30 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അതിൽ നിക്ഷേപിക്കാം. അങ്ങനെയുള്ള ധാരാളം സ്കീമുകളുണ്ട്. അതിൽ ഏതെങ്കിലും സ്കീമിലേക്ക്, അല്ലെങ്കിൽ ബോണ്ടുകളാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. അല്ലെ ബോണ്ട് കൂടി മിക്സ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി ടാക്സ് എഫിഷ്യന്റ് ആണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾക്ക് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്ന ഒരു 5 വർഷം, 3 വർഷം, 3 to 5 years പൈസ നമ്മൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സൂക്ഷിക്കണം. അതാണ് ഞാൻ പറയുന്നത് 3 bucket സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഏറ്റവും 3 വർഷം തൊട്ട് 5 വർഷം വരെയുള്ള നിങ്ങൾ വളരെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്, നിങ്ങളുടെ ആകെയുള്ള അലോക്കേഷൻ, ഇപ്പൊ നിങ്ങളുടെ പിന്നെ ലിക്വിഡ് വെൽത്തിന്റെ ഒരു 5 വർഷത്തേക്കുള്ള പൈസ ഇതിലേ വെക്കാവും. കാരണം അത് നിങ്ങൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഒന്നും ബാധിക്കാൻ പാടില്ല. അതിന് തൊട്ട് മുകളിലുള്ള പൈസ നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി പിന്നെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പിന്നെ ഫണ്ടുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ പിന്നെ യഥാർത്ഥത്തിലുള്ള പ്യുവർ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് നിങ്ങൾക്ക് പിന്നെ പോകുന്നത് അത് മൂന്നാമത്തെ ബക്കറ്റാണ്. അത് ഒരു 10 വർഷത്തിന് മുകളിലുള്ളത്. 5 വർഷത്തോട്ട് 10 വർഷം വരെയുള്ളത് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബക്കറ്റിലും, മൂന്നാമത്തത് നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതും. ആ 10 വർഷത്തിന് ഉള്ളിൽ ഞാൻ ഒരു കാരണവശാലും എടുക്കില്ല എന്ന് പറയുന്ന പൈസ മാത്രമേ അതിൽ ഇടാൻ പറ്റൂ. ആ രീതിയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൃത്യമായിട്ട് റീബാലൻസിങ് എപ്പോഴും വേണം. നിങ്ങൾ ഓരോ വർഷവും നോക്കണം അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റൊക്കെ വല്ലാതെ റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ബക്കറ്റിൽ പൈസ കൂടും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ബക്കറ്റിലേക്ക് പൈസ കൂട്ടേണ്ടി വരും. അതുപോലെ മാർക്കറ്റ് കറക്ഷൻ വരികയാണെങ്കിൽ ഒരു കാരണവശാലും 3 പൈസ എടുക്കാൻ പറ്റില്ല. അവിടെയാണ് കറക്ഷൻ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരമാവധി ഒന്നാമത്തെ ബക്കറ്റ് തന്നെയായിട്ട് പൈസ എടുക്കുക. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ ഉള്ള ആകെ റിട്ടയർമെന്റ് ആകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ തന്നെ നമ്മൾ ആ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് പോകണം. അപ്പോ അതാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ ബക്കറ്റിന്റെ ഒക്കെ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് നല്ല വരുമാനം, നല്ല പൈസ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പൈസയൊക്കെ അപ്പുറമായിട്ട് ഒരു 3-4 മടങ്ങൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ 1 to 3 year ഒക്കെ കീപ്പ് ചെയ്യണം. നിങ്ങൾ കൂടുതൽ പൈസ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ പൈസ ഒക്കെ കുറച്ചും കൂടി ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സേഫ് സൈഡ് ആണെങ്കിൽ എപ്പോഴും ഒരു ആദ്യത്തെ 5 വർഷം തന്നെ ബക്കറ്റ് ഫണ്ടിലേക്ക് കൊടുക്കാം. പിന്നെ 5 to 10 അപ്പുറം വെക്കാം. ഇതിലൊക്കെ നല്ല പിന്നെ നിങ്ങൾക്ക് ഇതെന്താ പ്രശ്നം വെച്ചാൽ ഈ ഫിനാൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഒരാൾക്കുള്ള പിന്നെ ഫിനാൻസ് പിന്നെ അഡ്വൈസ് മറ്റേയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും റിസ്ക് അപ്പറ്റൈറ്റ് വ്യത്യാസമായിരിക്കും. ഓരോരുത്തരുടെയും പിന്നെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും. ഈ ഇൻവെസ്റ്റ്മെന്റിനെ കാണുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിലൊക്കെ ഒരു ജനറലൈസ് ചെയ്തിട്ടൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരെയും നമ്മൾ ഇൻഡിവിജ്വലി പിന്നെ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ അവരുടെ പോർട്ട്ഫോളിയോ പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി ഡൈവേഴ്സിഫൈ ചെയ്ത സെറ്റ് നമ്മളെ കയ്യിൽ ഉണ്ടാകണം. അല്ലാതെ ഒരിക്കലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റിൽ മാത്രം നമ്മൾ ഉണ്ടാകാൻ പാടില്ല.
ഒരു സെർട്ടൻ പെർസെന്റേജ് നിങ്ങൾ ഏത് രാജ്യത്താലും ശരി നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഉണ്ടാവണം. അത് ഡയറക്റ്റ് സ്റ്റോക്കിലൊന്നും ആകണമെന്നില്ല, എവിടെയായാലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഉണ്ടാവും. കാരണം മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മളെ പഠിക്കണ്ട, നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജർ ഒരു പഠിച്ച് കറക്റ്റ് ആയിട്ടുള്ള അലോക്കേഷൻ നടത്തും. അപ്പോ ലൈഫ് സ്റ്റേജിൽ നമ്മൾ എപ്പോഴും പിന്നെ നമ്മുടെ ഒരു റീബാലൻസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പൊ എനിക്ക് ഒരു 40-45 വയസ്സിൽ ഉണ്ടായിരുന്ന എന്റെ അസറ്റ് ലൊക്കേഷൻ അല്ല ഇപ്പോൾ. 40കളിലൊക്കെ എനിക്ക് ഏകദേശം 10-20% ഡെപ്റ്റ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം ഭൂരിഭാഗം അന്നൊന്നും എനിക്ക് 20% പോലും അല്ല, ഓൾമോസ്റ്റ് 100% പിന്നെ ഇക്വിറ്റി അലൊക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ പക്ഷെ 50 കഴിയുമ്പോഴേക്കും ഞാൻ സ്വാഭാവികമായിട്ടും അതിന് കുറെ കൂടി ഡെപ്റ്റിന്റെ അലൊക്കേഷൻ കൊണ്ടുവന്നു. ഇത് ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയാം 60-40 ആണ്. പക്ഷെ ഞാൻ അഗ്രസീവാണ്, കാരണം ആ ഇക്വിറ്റിക്കുള്ളിൽ ഞാൻ വളരെ കൺസർവേറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ ഇക്വിറ്റി ഇപ്പൊ 60ക്ക് പകരം എന്റെ പലപ്പോഴും ഒരു 85%ഓളം ഇപ്പോഴും എനിക്ക് ഇക്വിറ്റി അലൊക്കേഷൻ ആണ്, ബാക്കി ഡെപ്റ്റ് ആണ്. അതിന് വരാനുള്ള കാര്യം അതാണ്. ഒന്നാമത് ജോബിൽ അൺസർട്ടനിറ്റി ബിൽഡായിട്ട് ഉണ്ടാവില്ല, കാരണം കൃത്യമായി ശമ്പളമൊക്കെ കിട്ടിക്കോളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പെൻഷനും കിട്ടുന്നില്ല. ഒരു അൺസർട്ടനിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ മേഖലയിൽ റിസ്ക് എടുക്കാൻ പറ്റും. പക്ഷെ 60 അതായത് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വിറ്റി കമ്പണന്റ് പടിപടിയായി കുറച്ചു കൊണ്ടുവരണം, ഡെപ്റ്റ് കൂട്ടണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ ഈ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വലിയ റിസ്ക് വരും. ഏതെങ്കിലും മാർക്കറ്റ് കറക്ഷൻ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു ടെർബുലൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ടെർബുലൻസ് വന്നാൽ നമ്മൾക്ക് പിന്നെ ആ ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഞാൻ ഇവിടെ 50 വയസ്സിന് മേലെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഉള്ള പൈസ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പോലും ആൾക്കാർക്ക് സാധിച്ചില്ല. ഞാൻ പൊതുവെ പിന്നെ ആൾക്കാർ ബാങ്കിൽ ഇതുകൊണ്ടാ പൈസ എടുക്കുന്ന ബാങ്ക് ഭയങ്കര സേഫാണ്, നിങ്ങൾക്ക് ഒരു കാരണമില്ല, നിങ്ങളുടെ പൈസ പോകാണെന്ന് സ്വന്തരായ. പക്ഷേ നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഈ കേരളത്തില് ഉള്ള ഈ റിട്ടയർ ചെയ്ത ആളുകളെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹൈ റിട്ടേൺ സ്കീംസ് ആണ്. ഇവിടെ 10 കോടിയോ 100 കോടിയോ 500 കോടിയോ 1000 കോടിയോ 2000 കോടിയോ അല്ല, 3,000-4,000 കോടി രൂപ കേരളത്തിലെ റിട്ടയർമെന്റ് ചെയ്ത പല ആൾക്കാരുടെയും മണ്ടത്തരം കാരണമാണ് കള്ളന്മാരെടുത്തു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമുക്ക് പരമാവധി പലിശ എന്ന് പറഞ്ഞാൽ പിന്നെ 8% നമുക്ക് ഇപ്പൊ ഇന്ന് ബാങ്കിലൊക്കെ പലിശ കിട്ടുക. 10% മേലെ ഏതെങ്കിലും ആള് നിങ്ങളോട് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് പൈസ തരും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ അങ്ങനെ ഗ്യാരണ്ടിയുള്ള ഒരു സാധനം ഈ ഇന്ത്യയിലോ ലോകത്തോ ഇല്ല, ഗ്യാരണ്ടിയുള്ള സാധനം. അപ്പൊ അങ്ങനെ ഒരു സാധനം നിങ്ങളെ പറയണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മളെ ആൾക്കാർക്കില്ല. ഉള്ള പൈസയൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്, ഈ പിന്നെ നമ്മുടെ തന്നെ 2 പേരെയൊക്കെ ഇങ്ങനെ പൈസ പോയാൽ ലക്ഷങ്ങൾ, ചില്ലറ പൈസ ഒന്നുമില്ല, ലക്ഷക്കണക്കിന് രൂപ രീതിയിൽ പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാല് പിന്നെ ഒന്ന് ഇങ്ങനത്തെ ഹൈ റിട്ടേൺ സ്കീമാണ്. ഹൈ റിട്ടേൺ സ്കീംസ് ഒക്കെ 100 കണക്കിനുണ്ട്. കാരണം വെച്ചാല് ഇവിടെ കേരളത്തിൽ ഹൈ റിച്ച് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ഹൈ റിച്ച് കമ്പനി 2000 കോടി എങ്ങനെ അവന്മാരെ അടിച്ചു മാറ്റി പോയി. ആ പൈസ ഇട്ടവന്മാരൊക്കെ പോയി. കാരണം വെച്ചാൽ അതിലൊക്കെ പിന്നെ നിങ്ങൾ 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കൊല്ലം തന്നെ നിങ്ങൾക്ക് 25 ലക്ഷം തിരിച്ചു വരും എന്ന് പറയുന്നത്. അതായത് പിന്നെ ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ ഡബിൾ ആകുകയാണ്. പിന്നെ അപ്പൊ അതൊക്കെ അൺറിയലിസ്റ്റിക് ആണ്. എന്താ ചെയ്യുക, ഒരാൾ എടുക്കുന്ന വാങ്ങും, അടുത്ത ജോയിൻ ചെയ്യുന്ന തന്നെ ആ പൈസ എടുത്തിട്ട് കൊടുക്കും. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ വരുമാനം നിൽക്കുമ്പോൾ സാധനം അങ്ങ് പൂട്ടി പോകും. ഇതുപോലെ എത്രയോ സ്കീമുകൾ, ടോട്ടൽ ഫോർ യു, പിന്നെ മോറിസ് കോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10-400 കോടിയാണ്. ഒരു ക്രിപ്റ്റോ കറൻസി ആണ് മോറിസ് കോയിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പുതിയ ക്രിപ്റ്റോ കറൻസി ആരംഭിച്ചിട്ട് എന്ന് പറഞ്ഞു. ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എടുക്കുന്ന കാശ് വാങ്ങി അവന്മാരെ കുറച്ച് കഴിഞ്ഞ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. നിങ്ങൾക്ക് ഒരു ലോഗിനും ഒരു സ്ക്രീനൊക്കെ തരും. ആ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങളെ മോറിസ് കോയിനിലെ വാല്യൂ
ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. അതൊക്കെ ഇവരെന്നെ ഉണ്ടാക്കുന്ന സ്ക്രീന്, ഇവരെന്നെ ഉണ്ടാക്കുന്ന തുക, നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ബന്ധവുമില്ല. എത്രയോ പൈസ ആൾക്കാരുടെ അടിച്ചു പോയിട്ടുണ്ട്. ഈ ക്രിപ്റ്റോന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് സാധനമാണ്. അപ്പൊ അൺറെഗുലേറ്റഡ് ക്രിപ്റ്റോനെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ക്രിപ്റ്റോ എതിർക്കുന്നൊന്നുമില്ല. ക്രിപ്റ്റോ നിങ്ങൾക്ക് ചെറിയ പോർട്ട്ഫോളിയോയുടെ വളരെ ചെറിയ ഭാഗം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ ബോധ്യം വേണം അതൊരു അണ്ടർ റെഗുലേറ്റഡ് സാധനമാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വഴി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സംഭവിക്കുന്നതാണ് ഈ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അതുപോലെ ഫോറക്സ് ട്രേഡ്, അങ്ങനെയുള്ള AI ഉപയോഗിച്ചുള്ള ട്രേഡ്, ഇതിലൂടെയൊക്കെ കാശ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പൈസ റിട്ടയർ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആള് വരും. ആ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വരുന്നവന്മാർക്ക് വീണ് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാവുമെന്ന് ആദ്യമുള്ള ബോധം വേണം. അതാണ് ഫിനാൻഷ്യൽ സ്കാം വളരെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ ഇത് പറഞ്ഞു, ഇക്വിറ്റിയിലെ കുറെ പോർഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വളരെ ധീരനാണ്. ഒരു കാരണവശാൽ ഇക്വിറ്റിയിൽ കറക്ഷൻ ഒന്നും ഉണ്ടായാൽ ഞാൻ പൈസ ഒന്നും പിൻവലിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എത്രയോ ആളുകളെ കാണുമ്പോൾ ആൾക്കാര് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇടക്കിടക്ക് പോയി നോക്കൊന്നുമില്ല. ഇതിപ്പോ എത്രയായി കൂടിയിട്ടുണ്ടോ. ഇപ്പൊ ഒരു പറമ്പ് വാങ്ങിക്കഴിഞ്ഞാല് അതിന്റെ വില കൂടിയിട്ടുണ്ടോ കുറയുന്നുണ്ടോ നമ്മൾ ഇടക്കിടക്ക് പോയി നോക്കില്ല. പക്ഷെ മ്യൂച്വൽ ഫണ്ടിലോ ഇക്വിറ്റിയിലൊക്കെ ഉള്ള നിക്ഷേപം വന്നു കഴിഞ്ഞാൽ അടുത്ത ഓരോ ആഴ്ച നോക്കും. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഒരു മിനിമം 5 വർഷത്തേക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കരുത്, മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കരുത്. പക്ഷെ എന്നാൽ പോലും ആളുകള് ഓരോ ആഴ്ച, ഓരോ മാസം, ഓരോ വർഷമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അത് വിചാരിച്ചത്ര ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കറക്ഷൻ വന്നു കഴിഞ്ഞാൽ വിറ്റുകളയുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെ പാനിക് ആകുന്ന സ്വഭാവം വളരെ കൂടുതലാണ്. പിന്നെയാണ് പ്രശ്നം ഇത് ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണ്. ആരെങ്കിലും ഇത് ഒന്നാമത് നമ്മുടെ അയൽക്കാരനങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നന്നായി എന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ അവന് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ പോണം. ഇത് മൊത്തം ഈ രീതിയിലുള്ള സ്കാമുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ അയൽക്കാരൻ പറയുക ഞാൻ 5 ലക്ഷം ഇട്ടു, എനിക്കിതാ ഈ ആഴ്ച അതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് 1 ലക്ഷം കിട്ടി, ഒരു പുതിയ സ്കീം വന്നിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചടി പോവും. 5 ലക്ഷത്തിന് അവന് 1 ലക്ഷം കിട്ടുമ്പോ പിന്നെ ഞാനായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ ദരിദ്രനല്ലെങ്കിൽ പോലും ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇവൻ ഇത്രയും കോടീശ്വരനായി മാറുമ്പോ സദാ കോടീശ്വരനൊക്കെ ആകുന്ന സാധ്യത എന്റെ മുമ്പിൽ തെളിയുമ്പോ ഞാനെന്തിനാ. അപ്പോ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇമോഷണൽ സാധനങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ വേണ്ട ഒരു കാലഘട്ടമാണ് ഈ 50+. കാരണം ചെറുപ്പത്തിലൊന്നും 20 വയസ്സ് 30 വയസ്സുള്ളവരൊന്നും പൈസ പോയാല് ചെറിയ പൈസ ഉണ്ടാ പോകൂല. ഇത് വലിയ മണ്ടന്മാരാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ കാനറ ബാങ്കില് ഒരു ചീഫ് ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡി, പാലക്കാട് കാരിയാണ്. അവരെ 40% പലിശ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരിലെ ഏതൊക്കെ മണ്ടന്മാരെ പറ്റിച്ചിട്ട് അവരുടെ റിട്ടയർമെന്റ് ആയിട്ട് അവർക്ക് കിട്ടിയ 90 ലക്ഷം രൂപ അടിച്ചു മാറ്റി പോയത് ഈ അടുത്ത ദിവസം എന്ന് വാർത്ത വന്നത്. അപ്പോ ആർത്തി പാടില്ല, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് പാടില്ല. ഇതൊക്കെ നമ്മൾ നോക്കണം, ഇത് വളരെ നോക്കണം. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യരുത്. ഞാന് ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ആൾക്കാർ പലരും മ്യൂച്വൽ ഫണ്ടിലൊന്നും ചേരുന്നില്ല, മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ചിലര് സ്വഭാവം എന്താ പറഞ്ഞാൽ ചിലര് മ്യൂച്വൽ ഫണ്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ രസം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു 3-4 മ്യൂച്വൽ ഫണ്ടിലൊക്കെ അപ്പുറം ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ മ്യൂച്വൽ ഫണ്ട് ഇറ്റ്സെൽഫ് ഈസ് എ ഡൈവേഴ്സിഫൈഡ് പ്രോഡക്റ്റ്. കാരണം അതിന്റെ ഉള്ളില് 40 മുതൽ 100 വരെ സ്റ്റോക്ക് ഉണ്ടാവും പല മ്യൂച്വൽ ഫണ്ടിനുള്ളിൽ. അപ്പൊ അത് ഇവൻ ഒരു മ്യൂച്വൽ ഫണ്ട് ആയപ്പോൾ നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ അത്യാവശ്യം തരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അതിനപ്പുറം 15-20 മ്യൂച്വൽ ഫണ്ട് 30-40 മ്യൂച്വൽ ഫണ്ട് ഒക്കെ എടുക്കുന്നവരുണ്ട്. ഒരു ഫ്രണ്ട് പറഞ്ഞു ഈ മ്യൂച്വൽ ഫണ്ട് തന്നാന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ്, വേറൊരുത്തൻ പറഞ്ഞാൽ വേറൊന്നും എടുക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഗുണം ഉണ്ടാക്കാമല്ല. നമുക്ക് വളരെ സ്ട്രീം ലൈൻ ചെയ്തുകൊണ്ട് ഒരു 4-5 ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ പരമാവധി അത്ര ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഞാനൊക്കെ വർഷങ്ങളായിട്ട് ഒരു 4 ഫണ്ട് അതിലപ്പുറമൊന്നും ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഉപയോഗിക്കുന്നു. എന്റെ വൈഫിനും എനിക്ക് തോന്നുന്നു ഒരു 5 ഫണ്ട് അതിലപ്പുറമില്ല. അപ്പൊ അത് നോക്കണം. അടുത്തൊരു കാര്യമാണ് നിങ്ങൾ ഈ 55-60 ഒക്കെ ആയിക്കഴിഞ്ഞാൽ കാശൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഈ കാശ് ബാങ്കിൽ എത്തുമ്പം തന്നെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ വരും. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് ആരെങ്കിലും ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണെന്ന് ആരെങ്കിലും നിങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ആ സ്കീം ഒഴികെ ഒരു കാര്യം ചേരരുത്. അതതിന്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. നിങ്ങളോട് ആരെങ്കിലും
തുടർച്ചയായി നിർബന്ധിക്കുന്നുണ്ട് ഇത് സൂപ്പർ സാധനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അയാൾക്കാണ് സൂപ്പർ സാധനം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. നിങ്ങൾക്കല്ല. നിങ്ങൾക്ക് ഉള്ള സൂപ്പർ സാധനം എന്ന് പറയുന്ന സാധനം നിങ്ങളോട് ആരും പറയില്ല. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണ്ടി വരും? നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ ഏൽപ്പിക്കേണ്ടി വരും. ഇതിപ്പം രോഗത്തിന് ഡോക്ടറെ കാണുന്ന പോലെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അഡ്വൈസർ ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യം എന്താന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് കറക്ഷനിലൊന്നും നമുക്ക് പേടിയാവില്ല. അയാൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും. പക്ഷേ പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്യുവർ ബാങ്ക് അല്ല. പല ബാങ്കുകളിലും ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാൻ അവർക്ക് ടാർഗറ്റുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ തലയിലിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന സാധനം. കണ്ടാല് പിന്നെ ഈ മാരീജനെ പോലെയാണ്. കാരണം ഞാൻ കണ്ടാല് മ്യൂച്വൽ ഫണ്ടാന്ന് തോന്നും. അതുപോലെയാണ് നിങ്ങൾ അവതരിപ്പിക്കുക. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് തരുന്ന പോലെ തരും. എന്നാല് വൃത്തികെട്ട സാധനമാണ്. ആ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ അവരെടുക്കുന്ന ആ പ്രൊഡക്റ്റ് അവർ വിൽക്കുന്നതിന്റെ മെയിൻ കാര്യം അതിൽ ഹെവി കമ്മീഷനാണ്. നിങ്ങൾക്ക് ആദ്യത്തെ 5 വർഷത്തോളം ലോക്കിനാണ്. അതായത് സാധാരണ സിമിലർ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് തരുന്നതിനേക്കാളും ഒരു 8-9% പിന്നെ നിങ്ങൾക്ക് പിന്നെ വരുമാന നഷ്ടം അതിലുണ്ടാവും. അപ്പൊ ഒരു കാരണവശാൽ അങ്ങനത്തെയുള്ള മണ്ടൻ സാധനങ്ങളിൽ നമ്മൾ ചെന്ന് വീഴരുത്. നിങ്ങളോട് പിന്നെ ഇതൊക്കെ ഉപദേശിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് ഇങ്ങോട്ട് ആയിരങ്ങ് പ്രൊഡക്റ്റ് വേണം, നിങ്ങൾ ഇതിൽ ചേർന്നാൽ സൂപ്പറാണെന്ന് ആരേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊഴികെ നിങ്ങൾ വേറെ എന്തിലും ചേർന്നോ, അതിൽ ചേരരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഷെയർ വിത്ത് ഫാമിലിയാണ്. ഇത് പല കേസിൽ നിങ്ങൾ പിന്നെ എനിക്ക് അറിയാന്ന് വെച്ചാൽ തിരുവല്ലയിലെ തന്നെയുള്ള ബാങ്കുകളിൽ കഴിഞ്ഞ ദിവസം ഒരു വന്ന പത്ര റിപ്പോർട്ട് പ്രകാരം പിന്നെ അൺക്ലെയിംഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ് 700 കോടി അങ്ങനെ ഉണ്ടെന്നാണ്. അൺക്ലെയിംഡ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞല്ലേ, നിങ്ങള് പിന്നെ ഭർത്താവ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടും, പിന്നെ ഒരു പിന്നെ ദിവസം അയാളങ്ങ് തട്ടിപ്പോകും. ഈ ഭാര്യയ്ക്ക് എവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ ചിലപ്പോ പണ്ട് ഏതെങ്കിലും ഭാഗത്ത് പണിയെടുക്കുമ്പോ അവിടുത്തെ ഒരു ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോ പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങള് കാരണം നമ്മൾ ഒറ്റവട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ധാരാളം സ്ഥലത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. ഇപ്പൊക്കെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിക്കാം. പാൻ കാർഡ് ഇല്ലാതെ ഇപ്പൊ ഒന്നും ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടക്കാതെ കൊണ്ട് തപ്പിപ്പിടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ പണ്ട് കാലത്തൊക്കെ ചെയ്ത FD ഇപ്പൊ സഹകരണ ബാങ്കിലത്തെ സഹകരണ ബാങ്കിലൊക്കെ ഇട്ടാൽ ഇപ്പോഴും അവർ പേപ്പർ സർട്ടിഫിക്കറ്റാണ് തരുന്നത്. നിങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ അറിയാമോ എത്രയോ കോടിക്കണക്കിന് രൂപ ഈ രീതിയിൽ കിടക്കുന്നുണ്ട്. നമ്മള് പിന്നെ ഈ നിങ്ങൾ ഇത്ര കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് എവിടെയും കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല. പിന്നെ നമ്മളൊക്കെ മലയാളിക്ക് അങ്ങനെയാണ്. ഈ പൈസ എടുത്തിട്ട് ഇത് ഇനി ഭാര്യ അറിഞ്ഞു പോയാൽ പോലെ ഇത്രയും പൈസ ഉണ്ട് നീ ഇവള് വിചാരിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പൗസിന് ഭാര്യ ഭർത്താവ് എന്നല്ല ആരായാലും ഈ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസി വേണം. നിങ്ങൾ ഒരു ഡോക്യുമെന്റ്സും ഇതിന്റെ ഡിജിറ്റൽ കീസും പാസ്വേഡ്സും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്ന സംവിധാനം നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇത് മസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കാര്യം ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതിലുള്ള ഒരു ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം. ഇത് ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ നേരത്തെ നമ്മളെ 33 ഇരട്ടി നമ്മുടെ പ്രതിവർഷ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചെലവിന്റെ 33 ഇരട്ടിയാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് നമ്മുടെ കയ്യിൽ റിട്ടയർമെന്റ് ഫണ്ടായിട്ട് വേണ്ടത്. കാരണം വേറെ നിങ്ങൾക്ക് പെൻഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇത് മാത്രമാണ് ആശ്രയമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അത്ര പൈസ വേണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ആ ഒരു സ്റ്റെപ്പിലേക്ക് പലപ്പോഴും നമ്മളിപ്പോ നമ്മളെ മക്കളുണ്ടാവും, ആൾക്കാരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ എൻട്രി ചെയ്ത് കൊണ്ടുവരുത്തി വയ്ക്കണം. അപ്പോ പിന്നെ എല്ലാം ഒറ്റയടിക്ക് ഈ 33x ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം നമ്മള് ഇതിപ്പോ ഇതിൽ ഞാൻ ഫോർക്കോഡ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ 1 lakh ആണ് നിങ്ങളുടെ പ്രതിമാസ ചെലവാണ് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും പിന്നെ ലിവിങ് എക്സ്പെൻസ് 1 lakh ആവണമെന്നില്ല. ചിലർക്ക് 3 lakh ഉണ്ടാവും, ചിലർക്ക് 5 ലക്ഷം മന്ത്ലി എക്സ്പെൻസ് വേണ്ടവരുണ്ടാവും, 10 ലക്ഷം ഉണ്ടാവും. നമ്മളെ ഇടയിലുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് അതിന് ഒരു മന്ത്ലി
ആവശ്യകത ഒരു 1 to 10 അതിന് മേലെ പോകില്ല. കാരണം 10 മേലെയൊന്നും സാധാരണഗതിയിൽ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ ആൾക്കാർ ജീവിക്കുന്നവർക്ക് വേണ്ടി വരും തോന്നുന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ലെവൽ 1 ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനം അത് ചെറിയ ഇപ്പോഴത്തെ നിങ്ങളുടെ മക്കൾക്കൊക്കെ ജോലി ആകുമ്പോൾ പോലും പറയണം. കാരണം അവരെ ഒരു പിന്നെ പൈസ സംരക്ഷിക്കുന്ന രീതി വേണം. ആ ലെവൽ 1 ഒരു 6 മാസത്തെ എക്സ്പെൻസ് എങ്കിലും നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ വേണം. ഒരു ജോലി പിന്നെ പെട്ടെന്ന് മാറി അപ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള തടസ്സം വരും. നമ്മുടെ അത്യാവശ്യത്തിനുള്ള EMI ഉണ്ടെങ്കിൽ നമുക്ക് EMI അടക്കാൻ പറ്റും, കറണ്ട് ചാർജ് അടക്കാൻ പറ്റും, നമ്മൾ താമസിക്കുന്നതിന്റെ റെന്റ് അടക്കാൻ പറ്റും, നമുക്ക് ഭക്ഷണവും പിന്നെ അടുത്ത ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. പക്ഷേ രണ്ടാമ ഘട്ടത്തില് നമുക്ക് കുറച്ചുകൂടി പൈസ ഇത് ഈ ലെവൽ എങ്ങനെ പിന്നെ ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനം ഒരു 5 times ആനുവൽ എക്സ്പെൻസ് നമ്മൾ എത്തിക്കാനുള്ള ശ്രമം നടത്തണം. 5 times ആനുവൽ എക്സ്പെൻസ് എത്തിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ചില കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ റിട്ടയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 12 ലക്ഷം ഉണ്ടെങ്കിൽ 60 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച്, കാരണം ഒരിക്കലും നമുക്ക് ഒരു റിട്ടയർമെന്റ് പ്ലാനിന്റെ ഭാഗമായിട്ടല്ല, നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 30-40 ആ റേഞ്ചിലൊക്കെ എത്തുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഒരു ആനുവൽ എക്സ്പെൻസിന്റെ ഒരു 5 ഇരട്ടിയെങ്കിലും നമ്മുടെ കയ്യിൽ വരത്തക്ക രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകണം. മൂന്നാമത്തതാണ് നമുക്ക് അത്യാവശ്യം പിന്നെ പറയുന്നത് അത് പിന്നെ ഒരു 16.7x ആണ്. അതാണ് പിന്നെ ഈ ഫയർ എന്ന് പറയുന്നത് പറഞ്ഞാല് റിട്ടയർ ഏർലിയാണ്. കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാൻ പിന്നെ കുറച്ചുകൂടി പിന്നെ ഏർലി റിട്ടയർമെന്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പൊക്കെ അത് വലിയ ആകർഷകമായ വാക്കായിരുന്നു. ഇപ്പോഴ് ആൾക്കാർക്ക് യുദ്ധവും അതിന്റെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര ടർബുലൻസ് ഉണ്ടായി. ഇപ്പൊ ഇവിടെയൊക്കെ AI യുദ്ധവും ഒക്കെ കൂടി വന്നതോടുകൂടി കേരളത്തിൽ തന്നെ IT മേഖലയിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ധാരാളം ലേ ഓഫുകൾ നടക്കുകയാണ്. അപ്പോ പിന്നെ ആൾക്കാരൊക്കെ ആ രീതിയിലുള്ളതിനേക്കാൾ അപ്പുറം ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ കുറെ കൂടി ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും പിന്നെ നമ്മുടെ ഒരു കൃത്യമായിട്ട് നിങ്ങളൊരു പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50x നിങ്ങളുടെ ആനുവൽ എക്സ്പെൻസിലാണ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് വളരെ അബൻഡൻസ് ആണ് ലെവൽ 5 എന്ന് പറയും. കാരണം അപ്പോൾ നിങ്ങളുടെ ഒരു വിഡ്രോയിൽ ശരിക്കും വരുന്നത് 2% വരുന്നുള്ളൂ. കാരണം ഞാൻ 2% പൈസ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അത് ആണ് ഇതിലൊരു കാര്യം. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. കാരണം ആൾക്കാര് നമ്മള് തെറ്റ പ്ലാൻ ചെയ്താലും നമ്മൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വെച്ചാൽ മരണപ്പെടാം, ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ പ്രോപ്പറായിട്ട് ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അതില് പെട്ടത് കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് പിന്നെ നമ്മൾ പല കാര്യങ്ങളും ബാക്കി നമ്മുടെ അടുത്ത തലമുറ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടോ മക്കളായാലും. ഒരു മിനിറ്റ്, വോയിസ് എല്ലാവർക്കും ശരിക്കും കേൾക്കുന്നുണ്ട്. എനിക്കെന്തോ കുറച്ച് ലോ ആയതുമായി തോന്നി, സോറി. വോയിസിന്റെ പ്രശ്നമുണ്ടോ? ലതീഷ കുറച്ചുകൂടെ ശബ്ദം കൂട്ടിയിട്ടാവാം. ഓക്കെ ആയിക്കോട്ടെ. അപ്പോ പിന്നെ ഈ സക്സഷൻ പ്ലാനിങ് ഇപ്പൊ കേൾക്കാമോ? സ്ഥിതി ഇപ്പം കേൾക്കാം. ഓക്കെ. അപ്പോ പിന്നെ സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മള് മരണപ്പെട്ടു പോയി. നമ്മൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അടുത്ത തലമുറ പിന്നെ ഇതിനൊക്കെ വേണ്ടി അടി കഴിയുന്നതോ ലീഗൽ ഡിസ്പ്യൂട്ടിലൊക്കെ സാഹചര്യം നമ്മൾ കഴിയുന്നത് ഒഴിവാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ബില്ല് തയ്യാറാക്കുക എന്നുള്ളത്. അതൊക്കെ ഇപ്പോഴ് പിന്നെ ഒരു രജിസ്റ്റേർഡ് ബില്ല് തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ അസറ്റ് സംബന്ധിച്ച് പ്രത്യേകിച്ച് കൂടുതൽ ഒന്നിലേറെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബില്ല് തയ്യാറാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ധാരാളം അസറ്റുകൾ, ധാരാളം ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്, അത് ഇതൊക്കെ നമുക്ക് ധാരാളം ഫിനാൻസിങ് നമുക്കുണ്ടാവും.
ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ നോമിനി കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. നോമിനി എന്ന് പറഞ്ഞാല് ആ പൈസ മൊത്തം എടുക്കേണ്ട ആളല്ല നോമിനി. നമ്മുടെ ആൾക്കാർക്ക് പലപ്പോഴും അതൊരു തെറ്റിദ്ധാരണ. നോമിനി എന്ന് പറഞ്ഞാൽ ലീഗൽ ഹയർ അല്ല. അതായത് ഉദാഹരണം, നിങ്ങൾക്ക് 5 കോടി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലുണ്ട്, നിങ്ങളെ നോമിനി ആയിട്ട് നിങ്ങളുടെ ഭാര്യനെ വെച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ 5 കോടി നിങ്ങളെ ഭാര്യക്ക് അവകാശം കിട്ടുന്നില്ല. ആ 5 കോടി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലീഗൽ ഹയേഴ്സിനാണ് തന്നെയാണ് അവകാശപ്പെട്ടത്. നിങ്ങൾ നോമിനി ആരെ വെച്ചാൽ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വരെ നിങ്ങൾ പിന്നെ നോമിനി ആയിട്ട് നിങ്ങളുടെ സുഹൃത്തിന്റെ പേര് വെച്ചാൽ പോലും ആ പൈസ സുഹൃത്തിന് അവകാശപ്പെട്ടതല്ല. അതായത് നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം നോമിനി വെക്കുന്നതിന്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഈ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് പിന്നെ ഈ ലീഗൽ ഹെയറിനെയൊക്കെ തപ്പി നടക്കാനൊന്നും പറ്റില്ല. കാരണം അത് സംഘടിപ്പിച്ച് കൊണ്ടുകൊടുത്ത് പൈസയൊക്കെ വാങ്ങിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പിന്നെ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നോമിനി നമ്മൾ കറക്റ്റായി ചേർത്തിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യും, അതെടുത്തിട്ട് നോമിനിക്ക് കൊടുക്കും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലും അങ്ങനെ തന്നെ, നിങ്ങൾ നോമിനി ഒരാളെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് നേരെ നോമിനി കൊടുക്കും. പക്ഷേ നോമിനി എന്ത് ചെയ്യണം, നോമിനി ഇത് ലീഗൽ ഹെയർസിന് കൊടുക്കണം. അതാണ് രാജ്യത്തെ നിയമം. പലർക്കും അത് അറിഞ്ഞുകൂടാ. പലരും വിചാരിക്കും നോമിനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതായ നോമിനിന്റെ പൈസ എടുത്തിട്ട് നോമിനി തന്നെ വെക്കും. അത് പുറത്തിരിക്കുന്ന ലീഗൽ ഹെയർസും അത് ശരിയാണ്, അയാൾക്ക് പേരിലാണ്, അയാളുടെ പേരിൽ നോമിനി വെച്ചുകൊണ്ട് എനിക്ക് പൈസ പോയി വരും. പക്ഷെ അങ്ങനെയല്ല. നോമിനി എന്ന് പറഞ്ഞാല് നോമിനി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടില്ല, ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കോ വേണ്ടിയിട്ടാണ്. അവർക്ക് എളുപ്പമാണ്. പിന്നെ ഒരു മരണം നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പ്രൊസസ് ചെയ്ത് ആ സാധനം മറ്റേയാളെ പേരിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതിനൊക്കെ നോമിനി വേണം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു പലതിനും ചിലപ്പോൾ ഒരു പവർ ഓഫ് അറ്റോർണി ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ ഇതൊക്കെ ആരോഗ്യം ഉള്ളപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളും നമ്മൾ പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചു പോകാം. ഇതാണ് പിന്നെ എസ്റ്റേറ്റ് ആൻഡ് സക്സഷൻ പ്ലാനിങ്ങിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾക്ക് ഒരു സ്ലൈഡിൽ തന്നെ പറഞ്ഞു പോയതാണ്, നമുക്ക് ഇക്വിറ്റിയിൽ നമ്മൾ പിന്നെ പൈസ ഇതിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. The voice is not clear. The voice is breaking up. Yeah, no, it's breaking up here and there. പഴയതുപോലെ എനിക്കൊന്ന് മൈക്കിനോട് അടുത്ത് കുറച്ചുകൂടെ ലാപ്ടോപ്പിനോട് അടുത്ത് നിന്ന് സംസാരിച്ചാൽ മതിയായിരിക്കും. ഓക്കെ 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 അത് ഞാൻ പരമാവധി അടുത്താണ് ഇപ്പൊ സംസാരിക്കുന്നത്. Can you please repeat that nominee part of it? I just wanted to hear that again. Thank you. അതായത് പിന്നെ പലപ്പോഴും നമ്മൾ നോമിനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ധാരണ ഉള്ളത് ഈ നോമിനിയും ലീഗൽ ഹയറും രണ്ടാണ്. നോമിനി എന്നുള്ള കൺസെപ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൈകാര്യം ചെയ്യാനുള്ള, അത് ഒരാൾ മരണപ്പെട്ടാൽ അടുത്ത അതിന്റെ ഒരു നോമിനിക്ക് പൈസ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക. അവർക്ക് ലീഗൽ ഹയർസ് നോക്കണ്ട. ലീഗൽ ഹയർക്ക് കൊടുക്കാൻ നിന്നാൽ അത് കേസിലൊക്കെ പെട്ടിട്ട് വർഷങ്ങളോളം നീണ്ടുപോകും. അപ്പോൾ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഈ പരിപാടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോമിനി എന്നുള്ള സംവിധാനം നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ ഈ നോമിനി പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ആരെയാക്കും, ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തിനെ നോമിനിയാക്കിയാലും നോമിനിയുടെ ഉത്തരവാദിത്തം ആ കിട്ടുന്ന പൈസ ലീഗൽ ഹയറിന് കൊടുക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിലൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ആരെങ്കിലും പേരിൽ നോമിനിയാക്കിയാൽ നോമിനി വിചാരിക്കും അത് നോമിനിക്ക് അവകാശപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ അതല്ല. പക്ഷെ നിങ്ങളുടെ അതുകൊണ്ട് സിസ്റ്റത്തിൽ എപ്പോഴും നോമിനി ഉണ്ടാകണം. നോമിനി എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. ഇതെടുക്കാനും ഇത് കൊടുത്ത് പിന്നെ ബാക്കിയുള്ള നമ്മുടെ ലീഗൽ ഹയേഴ്സിന് ഇത് കൊടുക്കാനുള്ള ആളായിരിക്കണം. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് എളുപ്പമാണ്. പൈസ ഒരാൾ മരണപ്പെട്ടാൽ അധികം കാത്തു നിൽക്കേണ്ടി വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നേരത്തെ പറഞ്ഞാണ് നമ്മളൊരു 50% എങ്കിലും, നമ്മളിപ്പോ 50കളിൽ എത്തുമ്പോൾ ഒരു 50% എങ്കിലും നിങ്ങളുടെ അലോക്കേറ്റഡ് ഇക്വിറ്റിയിൽ ഉണ്ടാകാം.
എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ശരാശരി, കാരണം ഞാൻ വർഷങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം നിക്ഷേപിക്കുന്നതാണ്. നിങ്ങളൊരു 5 ഇയർ 10 ഇയർ പീരീഡിലൊക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ, നിങ്ങൾ ഏത് ഒറ്റ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ പോലും ഒരു 12% ആവറേജ് എന്തായാലും പിന്നെ നേട്ടം ഉണ്ടായി. അപ്പൊ നമ്മള് പിന്നെ നാട്ടിൽ നമുക്ക് 6% പിന്നെ ഇൻഫ്ലേഷനിലെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ വളരെ ടാക്സ് ഫ്രണ്ട്ലി ആയ ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ മ്യൂച്വൽ ഫണ്ട്. മറ്റുള്ള പിന്നെ ബാങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് ഫ്രണ്ട്ലി അല്ല, കാരണം ഓരോ തവണയുള്ള ഇൻട്രസ്റ്റിന്റെ ടാക്സ് അതാത് സമയത്ത് തന്നെ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിലൊക്കെ ഉള്ളത് ആൾക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാകും. അപ്പോൾ വളരെ ടാക്സ് ഫ്രണ്ട്ലി ആയ പിന്നെ സാധനങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ളത് നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴും ഏത് നിക്ഷേപത്തിലും നിങ്ങൾ റിസ്ക്, അതായത് റിവാർഡ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് റിസ്ക് ഉണ്ടാവും. അപ്പം ഞാനത് ഇക്വിറ്റീന്റെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പിന്നെ ഇക്കാര്യത്തിലൊക്കെ പിന്നെ കൃത്യമായി വെവ്വേറെ ബക്കറ്റുകൾ അതായത് ഉപയോഗിച്ച് നമ്മുടെ ഓരോ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം റിക്വയർമെന്റുകൾ വെവ്വേറെ മാനേജ് ചെയ്തുകൊണ്ട് കൃത്യമായി റീബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഉണ്ടാകണം നമ്മളെപ്പോഴും പറയുന്നത്. കാരണം ഈ 50+ ഇയറിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ അത്യാവശ്യം പൈസയുള്ള പീരീഡാണ്. ഈ പൈസയുള്ള പീരീഡിനെ നമ്മൾക്ക് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യണം. നമ്മുടെ മക്കളൊക്കെ ഭൂരിഭാഗം പേരും ഒരു 20-25 ഇനിയിപ്പം പിന്നെ കാശ് അവർക്ക് വരുമാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവർ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകും. നമ്മളിപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒക്കെ നമ്മളെ പേരിലുണ്ടെങ്കിൽ മക്കൾക്ക് സ്വന്തമായിട്ട് അവരുടെ പിന്നെ ഇയേഴ്സ് ഒക്കെ മക്കൾക്ക് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പുതിയ ഇൻഷുറൻസ് പോളിസിയിലേക്ക് മാറ്റേണ്ടി വരും, ഇതിൽ നിന്ന് ഡീലിംഗ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ട്രാൻസിഷൻ പീരിയഡ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ 50 to 60 എന്ന് പറയുന്ന നമ്മുടെ ഒരു ഏജ് ബ്രാക്കറ്റുകാർക്കുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിലും ഫിനാൻഷ്യൽ മാറ്ററുകളിലൊക്കെ ഉള്ള ഒരു ശ്രദ്ധ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് പിന്നെ നമുക്ക് പിന്നെ സേഫായിട്ട് നമുക്ക് അടുത്തൊരു ഇതിന് റിട്ടയർ ചെയ്താൽ പോലും നമ്മൾ വേറൊരു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാകുന്ന ധാരാളം കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ, ബിസിനസ്സുകൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കോർപ്പസ് നമുക്ക് വ്യത്യസ്ത പോർട്ട്ഫോളിയോകളിലായിട്ട് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് വളരെ സമാധാനപരമായിട്ട് നമുക്ക് ജോലി പോലും ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള ഹോബിയോ നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യാത്രകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ പറ്റണമെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു പ്ലാനിങ് അത്യാവശ്യമാണ്. പിന്നെ ഈ പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഏത് ഏജ് സെഗ്മെന്റിനായാലും ഇതിലൊരു പ്രശ്നം, ഇതൊരു ഭയങ്കര വാസ്റ്റ് സാധനമാണ്. അപ്പൊ ഞാൻ KCBയിൽ തന്നെ നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ബേസിക് ക്ലാസ് എടുത്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഭയങ്കര ക്വയറി വന്നു. അപ്പോൾ ഒരു തവണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം എന്തൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പിന്നെ വ്യത്യസ്ത പിന്നെ പ്രശ്നങ്ങൾ ഓരോ പിന്നെ പലപ്പോഴും ആൾക്കാർ പോളിസി എടുത്ത് പിന്നെ 10-15 കൊല്ലമൊക്കെ പോളിസി പ്രീമിയം അടച്ചിട്ട് ക്ലെയിം വരുമ്പോഴാണ് അയ്യോ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊക്കെ തോന്നലുണ്ടാണ്. അപ്പൊ കാരണം നമ്മൾ ഇതിലൊക്കെ കണ്ണും പൊട്ടി ഒപ്പി കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം നമ്മൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും മനസ്സിലാക്കി കണ്ടിരിക്കുക. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ക്രിട്ടിക്കൽ സാധനങ്ങളാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ 1 കോടിക്കൊക്കെ മേലിലൊക്കെ ഉള്ള ഹെൽത്ത് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്തിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഡോണർ എക്സ്പെൻസസ് ഒക്കെ അടക്കം വരുമ്പോൾ 60-70 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് കുറച്ച് പേരൊക്കെ വലിയ പൈസ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ ഏറ്റവും സുഖം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തൊടാതെ ഇൻഷുറൻസിനെ കൊണ്ട് മാനേജ് ചെയ്യുന്നതാണ്. അത് പല രാജ്യങ്ങളിലും ഇൻഷുറൻസ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് പിന്നെ നമ്മൾ ഇനിയും ആ ഒരു കൾച്ചർ വന്നിട്ട് അക്കാര്യത്തിലുള്ള പിന്നെ ഇത് വേണം. അപ്പൊ ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളും പിന്നെ പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി തന്നെ പല ടൈപ്പിൽ, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അതുപോലെ ഫ്ലെക്സി ക്യാപ്പ്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ,
മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇങ്ങനെ നിരവധി തരത്തിലുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വേറൊരു സെഗ്മെന്റ് ആയിട്ടാണ് ഞാൻ KSEB-കാർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ അതൊക്കെ അപ്പൊ ഇത് ഓവറോൾ പറയുമ്പോൾ പിന്നെ ഒരു 50+ വിഭാഗത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേത് ഇതെന്താ പറഞ്ഞാൽ ഇത് ഇത്രയും വലിയൊരു ഏരിയ ആയതുകൊണ്ട് ഇതിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഓരോ മേഖലകൾ ഉണ്ടാവും സ്വാഭാവികമായി. അപ്പൊ അത്തരം മേഖലകൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഡിസ്കഷന്റെ ഭാഗമായിട്ട് അഭിപ്രായം പറയാൻ മാത്രമാണ് പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പോ ഇത്ര മാത്രമാണ്. കാരണം അത് ഒരു മണിക്കൂറാണ് നമ്മൾ 7:10-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഇനീഷ്യലി പ്രസന്റേഷനിൽ കുറേ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഇപ്പോ 8:10 അപ്പോ നമുക്ക് ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ മറുപടി പറഞ്ഞു പോകാമെന്നാണ് തോന്നുന്നത്. കാരണം എനിക്കും ചില പരിമിതികളുണ്ട്, ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ ആദ്യ തുടക്കത്തിൽ നിങ്ങൾ പാട്ട് പാടിയതുപോലെ ഞാൻ ഈ മേഖലയിലുള്ള ആളൊന്നുമല്ല. പക്ഷെ ഈ മേഖല കോൺസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ IT-യും എൻ്റെ മേഖലയിൽ ശ്രദ്ധിക്കുന്ന അത്ര തന്നെ ഞാൻ ഈ മേഖലയിലെ ഡെവലപ്മെന്റ്സും ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ നോക്കും. പക്ഷെ അത്രയും വാസ്റ്റാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ മൈക്രോ ലെവലിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടി വരും. പക്ഷെ എന്നാലും ജനറലി പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു പോകുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാൽ ഈ ഓഡിയൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും ഇന്ത്യയിലൊന്നുമില്ല, നിങ്ങളൊക്കെ പല രാജ്യങ്ങളിലാണ്. അതാത് രാജ്യങ്ങളിലെ നിയമങ്ങളും അതാത് രാജ്യങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളായിരിക്കും. അപ്പോ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്ക് കാൽപൈസയുടെ വിവരമില്ല. അപ്പൊ ആ ഒരു പരിമിതിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലതീഷ്. വളരെ നന്നായിട്ടുണ്ട്. അപ്പോ 3 പേര് ഓൾറെഡി ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോരുത്തരെയും വിളിക്കാം ഓർഡർ അനുസരിച്ച്. അവര് മാത്രം ദയവ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം പ്ലീസ്. അപ്പോ ആദ്യം ഹാൻഡ് റേസ് ചെയ്ത് ഷാജിമോൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടോക്ക്. ഓക്കെ, താങ്ക് യു ജോഷി. രതീഷ്, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞു ഇത് 50-ന് മേലെയുള്ളവർക്കാണ് വേണ്ടിയിട്ടാണ് ഉള്ളത്, അതുകൊണ്ടായിരിക്കും. സ്റ്റിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ സാധാരണ ഇപ്പൊ നമ്മളൊക്കെ തുടങ്ങിയ കാലത്ത് സപ്പോസ് 20-30 ഇയേഴ്സ് ബാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പൊതുവെ എപ്പോഴും പറയുന്ന ഒന്നിക്ക് LIC പോളിസി, അല്ലെങ്കിൽ PPF, അല്ലെങ്കിൽ NPS, or some form of a pension product being part of it. അത് നിങ്ങൾ അത് ഈ കാരണം കൊണ്ട് ഒഴിവാക്കിയതാണോ ഇതില്, അതോ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുമോ? I know it's difficult for us to do a life insurance policy at this stage and do anything different. പക്ഷേ maybe it might help maybe the younger people and all, like അതുകൊണ്ടാണ് ചോദിച്ചത്. 4 പ്രോഡക്റ്റ് പ്രൈമറിലി, അതായത് ബേസിക് LIC പോളിസി, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, even our provident fund itself actually, like EPF and NPS. അതിനെ പറ്റിയിട്ട് ഓക്കെ, അത് പറയാം. അത് ഇപ്പൊ ഈ ഘട്ടത്തില് 50 വയസ്സുകാരായതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതിരുന്നത്. കാരണം ശരി, എനിക്ക് തോന്നി. അതെ, ഈ ഓഡിയൻസിന്, കാരണം ഇതൊക്കെ നമ്മൾ ലാസ്റ്റിൽ റിഡീമിങ്ങിന്റെ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ല ഇൻസ്ട്രുമെന്റ്സ് ആണ്. പ്രധാനമായിട്ട് ഇൻഷുറൻസ് LIC പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനത് ഇൻഷുറൻസ് ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ബോധം നമുക്ക് കൃത്യമായിട്ടുണ്ടാകണം. LICയിൽ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന എൻഡോവ്മെന്റ് പോളിസീസ് ഒന്നും തന്നെ യഥാർത്ഥ ഇൻഷുറൻസ് പോളിസികളല്ല. അത് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും മിക്സ് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ. കാരണം നിങ്ങൾ മരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പൈസ കിട്ടാൻ വേണമെന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു കമ്പണന്റും കൂടി ഏഡ് ചെയ്തുകൊണ്ടാണ് അത്തരം സാധനങ്ങൾ ഇറക്കുന്നത്. അതുകൊണ്ട് LIC ആയാലും ഏത് കമ്പനി ആയാലും നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ നിങ്ങളായാലും നിങ്ങളെ മക്കളോടായാലൊക്കെ പറയേണ്ടത് നിങ്ങൾ ടേം ഇൻഷുറൻസ് മാത്രമേ എടുക്കാവൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് എൻഡോവ്മെന്റ് പോളിസികൾ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. എൻഡോവ്മെന്റ് പോളിസികൾ ബൈ ഡിഫാൾട്ട് ഗുണകരമല്ല.
അപ്പൊ അതുകൊണ്ട് പിന്നെ PPS ബാക്കിയുള്ള NPS എന്നൊക്കെ പറയുന്ന സ്കീമുകളിലെ PPF NPS ഒക്കെ അടിപൊളി സ്കീമുകളാണ്. കാരണം ആ ഒരു സെഗ്മെന്റിൽ അതിന് ധാരാളം പിന്നെ ഉപയോഗമുണ്ട്. പ്രത്യേകിച്ചിട്ട് പിന്നെ NPS-നൊക്കെ നമുക്ക് പിന്നെ ആൾക്കാർക്ക് ഇക്വിറ്റിയിലേക്കൊക്കെ പിന്നെ ഇറങ്ങാൻ മടിയുള്ളവർക്ക് ഇനീഷ്യലി ഒരു ഡ്രൈവ് കിട്ടാൻ സഹായിച്ച സാധനമാണ് NPS. കാരണം നല്ല പിന്നെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഒക്കെ ഉള്ളതാണ് നമ്മൾ NPS ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് NPS ഇസ് വെരി ഗുഡ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ തീർച്ചയായും ചെയ്യണം. അത് പിന്നെ അതിന്റെ പുറമെ നമ്മൾ പിന്നെ ഈ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യണം. അതാണ് പറയാനുള്ളത്. താങ്ക് യു താങ്ക് യു. അടുത്തത് സായി പ്രസാദ്, അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. Thank you, Latish. It was a very good session. First of all, I mean, the title is misleading. It should be for anybody and everybody who wants to retire safely. Actually, because now youngsters and me is kirkanam. I mean, we have made lot of mistakes, and now we cannot go back on the mistakes we've done and undo what we have done. So we need to learn how to go from it. I like the 3 points which actually you made. One is, yes, communication and transparency of the finances. That's very, very important. And the second thing which I really loved about this, the nominee is not a legal hire. So these 2 points, what you said was perfectly correct, So this is what I really enjoyed it. I mean, I really liked your session, and I think I would want to listen more from you. And because you have your expertise is important. And one thing what you said correctly was, insurance is not investment. Yes, and that's very, very important. Thank you very much for the session. Okay. Thank you, Sai. Thank you. Next one, Ajay Kumar. Ajay. Yes, Joshi, thank you so much. Latish, thank you so much. ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ലതീഷ്. എൻ്റെ എക്സ്പെക്ടേഷൻ വളരെ ലോ ആയിരുന്നു. അതുകൊണ്ട് ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ് അബൌട്ട് യുവർ പ്രസന്റേഷൻ ആൻഡ് ഓൾ. ആൻഡ് ജസ്റ്റ് വൺ തിങ്, ഇപ്പോൾ അതിൻ്റെ നക്ഷലിൽ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ബേസിക്കലി കണ്ണൂർക്കാരായോണ്ട് കണ്ണൂര് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നു ലതീഷ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. ആ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് യഥാർത്ഥത്തില് പിന്നെ എപ്പോഴും ഒരു ആയിരക്കണക്കിന് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് നമുക്കുണ്ടെങ്കിലും ധാരാളം ആൾക്കാർ പിന്നെ പല രീതിയിലാണ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഒന്ന് പിന്നെ കുറെ ആൾക്കാരൊക്കെ ഈ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഇങ്ങനെയുള്ള അവര് പിന്നെ പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ നിശ്ചിത പെർസെൻറ്റേജ് പിന്നെ അവർക്ക് ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് വഴിയാണ് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യും. അതിന്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് തരും. കാരണം മ്യൂച്വൽ ഫണ്ട് 2 രീതിയിലാണ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും, മറ്റേത് റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കറാണ് തരുന്നത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ അഡ്വൈസർ പലപ്പോഴും ആ ബ്രോക്കർ എന്നുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ് ഫ്രീ ആയിരിക്കും. പക്ഷെ അതിലൊരു റിസ്ക് ഉള്ളത് പിന്നെ അതിലൊരു പിന്നെ ഈ പ്രൊഡക്റ്റുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം കിടക്കുന്നതുകൊണ്ട് ഞാൻ അത്തരം ആൾക്കാരെക്കാളും പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു ഫിക്സഡ് ഫീ കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെയാണ്. ഫിക്സഡ് ഫീ കൊടുത്താൽ നമുക്ക് കുഴപ്പമില്ല. കാരണം അവർ നമ്മുടെ പിന്നെ റിസ്ക്കും ഇതൊക്കെ പിന്നെ അസസ് ചെയ്യും, നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ അസസ് ചെയ്യും. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഏത് രീതിയിൽ എവിടേക്കൊക്കെ പോകണം. അപ്പോ ഇത്തരം നമ്മൾ ഇന്നേ രീതിയിൽ ബ്രോക്കർ വഴി തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അയാളെ നിർബന്ധമൊന്നും പറയില്ല. കാരണം അയാളൊരു പ്രൊഡക്റ്റ് ഒന്നും സെല് ചെയ്യുന്ന ആളായിരിക്കില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ധാരാളം ഫിക്സഡ് ഫീസ് വെച്ച് പിന്നെ കൊടുക്കുന്ന ധാരാളം ഈ പിന്നെ അഡ്വൈസേഴ്സ് നമുക്ക് മാർക്കറ്റിലുണ്ട്. ഇപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് തന്നെ പല നിഖിലൊക്കെ ഉണ്ട്. നിഖിൽ പക്ഷെ പിന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ്. പക്ഷെ നിഖില് പിന്നെ എന്നോട് ഫിക്സഡ് എമൗണ്ടിലും അദ്ദേഹം ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ധാരാളം പിന്നെ ആളുകൾ മാർക്കറ്റിലുണ്ട്. എല്ലാ ജില്ലയിലും എല്ലാ ടൗണിലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ കിട്ടും. പക്ഷെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടൊക്കെ അവരുടെ പ്രൈസും സർവീസ് ഒക്കെ ഒന്ന് വേരി ചെയ്യുന്നേ ഉള്ളൂ. അതാണ് പറയുന്നത്. Thank you, Ajay. Next one from Shaji. Shaji, unmute you, please. ഷാജി ഉണ്ടോ? നമുക്ക് ഷാജിയിലേക്ക് തിരിച്ചു വരാം. ചിലപ്പോൾ എന്തെങ്കിലും കണക്ഷന്റെ പ്രോബ്ലം ആയിരിക്കും. അടുത്തത് ഷക്കീർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും പ്ലീസ്. ഫസ്റ്റില് ലതീഷ് എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ ലതീഷ് ഇത്രയൊക്കെ ഒരു പുലിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ലതീഷ് എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന കാര്യവും
AC കാര്യം IT കാര്യമാണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്. ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഇതിന് മുമ്പേ അഡ്വൈസ് എടുക്കുമായിരുന്നു. ഇതിപ്പോ ഇനിയിപ്പോ ഏതായാലും ലേറ്റ് ആയി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത്, ഞാനിപ്പോ ഒരു NRI ആണ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഫസ്റ്റ് പിന്നെ അത് ഈ ചോദ്യം ചിലപ്പോൾ ഒരു ജനറൽ ചോദ്യം ആയിരിക്കും, എല്ലാവർക്കും നേരെ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാനൊരു ഇൻഷുറൻസ്, നാട്ടിലെ മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാര്യം എപ്പോഴും ഓരോന്നിനെ കുറിച്ച് എൻക്വയറി ചെയ്യുമ്പോൾ ഇവര് ക്ലെയിം കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ അറിയാവുന്ന രീതിയിൽ ഇത് ഏതൊരു ഇൻഷുറൻസ് ആയിരിക്കും നമുക്ക് നല്ലത് എന്നുള്ള ഒരു ഇതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഓക്കെ, NRIs ആണെങ്കിലും പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോഴേ എടുക്കണം. കാരണം പറഞ്ഞാല് ഷാക്കിറിനും പിന്നെ ഭാര്യക്കും മക്കൾക്കൊക്കെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് സേഫ് ആണ്, ഒന്നും പേടിക്കാനില്ല. നമുക്ക് പോരെ നിങ്ങൾ NRI ആയതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 40 to 50% ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് ഞാൻ ഈ ഇൻഷുറൻസിൻ്റെത് പിന്നെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ ഇതിൽ റെക്കമെൻഡ് ചെയ്യാൻ സാധാരണഗതിയിൽ പാടില്ല. കാരണം ഇത് പക്ഷെ നമ്മളൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഒരു പിന്നെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് കരുതരുത്. പിന്നെ നമ്മൾ IRDAയുടെ ഒരു റെഗുലേഷൻ പ്രകാരം അല്ലെ, IRDAയുടെ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം നമുക്ക് നിലവില് പിന്നെ ഏറ്റവും പിന്നെ നല്ല പെർഫോമൻസ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ HDFC ERGO ആണ്. അതിൽ ഒരു സംശയമില്ല. പിന്നെ അൺഡൗട്ടഡ്ലി പിന്നെ നമ്പർ 1 ഹെൽത്ത് ഇൻഷുറൻസ് അവരാണ്. പക്ഷെ പ്രീമിയം കുറച്ച് കൂടുതലാണ്. പക്ഷെ പ്രീമിയം കൂടുതലാണെങ്കിലും പിന്നെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഒക്കെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് HDFC ERGOയുടെ. അവര് NRIസിന് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കീംസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾ പിന്നെ ക്ലെയിം ഒന്നും ഇല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് വളരെ നമ്മൾ ഇന്ത്യക്കാർക്കുള്ളതിനേക്കാളൊക്കെ എത്രയോ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള പ്രീമിയം നിങ്ങൾക്കുള്ളൂ. കാരണം നിങ്ങൾ ഏതാം കാലത്ത് ഇവിടെ വരുമ്പോഴല്ലേ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും വന്നിട്ട് ഇവിടെ ക്ലെയിം വരികയാണെങ്കിൽ ആ വർഷത്തെ ആ ഒരു പിന്നെ നിങ്ങൾക്ക് അത്രയും ഡിസ്കൗണ്ട് തന്നിട്ടില്ല. അന്നേരം നിങ്ങൾ ഇന്ത്യക്കാരന്റെ പ്രീമിയം ആയിട്ട് ബന്ധപ്പെട്ട ആ ഡിസ്കൗണ്ട് എമൗണ്ടും കൂടി നിങ്ങൾക്ക് ഇന്ന് പിടിക്കും. അതുവരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പിന്നെ വലിയ പൈസ ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ നാട്ടിൽ വന്നാലും അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഞാൻ ടോപ്പ് ചോയ്സ് ആയിട്ട് ഞാൻ പറയുന്നത് HDFC ERGOയുടെ ഒപ്റ്റിമ പ്ലസ് എന്ന് പറയുന്ന പ്ലാനാണ്. അതാണ് NRIസിന് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന പ്ലാൻ. രണ്ടാമത് ഞാൻ പറയുന്നത് പിന്നെ നിവ ബൂപ്പയുടെ റിയഷ്വർ 3.0 എന്ന് പറയുന്ന പ്ലാനാണ്. നിവ ബൂപ്പ എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് പുറത്തുള്ളവർക്ക് ബൂപ്പേനെ കുറിച്ചിട്ട് എന്തായാലും കേട്ടിട്ടുണ്ടാവും. കാരണം ബൂപ്പ പിന്നെ പുറത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻഷുറൻസ് പിന്നെ പ്രൊവൈഡർ ആണ്. അപ്പൊ ആ ബൂപ്പേന്റെ പിന്നെ ഇന്ത്യനിലെ വെർഷനാണ്. HDFC ERGO കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി ഇത് രണ്ടും കുറച്ച് പ്രീമിയം കൂടുതലാണ്. ഞാൻ നിവ ബൂപ്പയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് HDFC അല്ല. പക്ഷെ അവരുടെ റിയഷ്വർ 3.0 ഈവൻ അൺലിമിറ്റഡ് പാക്കേജ് പോലും ഉണ്ട്. കാരണം നിങ്ങൾക്ക് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് പിന്നെ ചെയ്യുന്നതും അങ്ങനെ തന്നെ. നിങ്ങൾ ചെറിയ പൈസന്റെ ലാഭം നോക്കണ്ട. ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ കഴിയുന്നതും ഏതെങ്കിലും ഏജന്റ് വഴി ചെയ്യണമെന്നേ ഞാൻ പറയും. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് മറ്റുള്ള ഒരു പ്രൊഡക്റ്റ് പോലെയല്ല. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ആക്സിഡന്റ് ആയ എല്ലാ ആശുപത്രികളിലും ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ടി ഒരു ഏജന്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഹോസ്പിറ്റലായിട്ടും ഏജൻസി പിന്നെ ഈ ഇൻഷുറൻസ് ഏജൻസി ആയിട്ടൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകണ്ടെങ്കിൽ അപ്പോ ലാഭത്തിനേക്കാൾ അപ്പുറം നമ്മളെപ്പോഴും പിന്നെ ഒരു ലോക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ഉണ്ടാണ്. ആ ലോക്കല് നാട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഒരു എക്സ്പെർട്ട് ഒക്കെ ആകുമ്പോൾ അയാൾക്ക് ഏത് നാട്ടിൽ നിന്നാലും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് നേരിട്ട് വിളിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അതാണ് ഷാക്കിർ പറയേണ്ടത്. താങ്ക് യു. ഓക്കെ ഞാൻ അതെ ഈ ക്വസ്റ്റ്യൻ കാര്യം നമ്മൾ അത് തന്നെയാണ് ഒരു കൂട്ടായ്മ ആയതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാര്യം വെളിയിൽ നമുക്ക് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ കിട്ടൂല. ഇതാകുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂല. അപ്പൊ ഏതായാലും ഞാൻ ഇതിന്റെ വേറെ പേഴ്സണൽ ആയിട്ട് ബാക്കി ചോദിച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾക്ക് കൂടുതൽ ഡിസ്കഷൻ വേണമെങ്കിലും കൂടുതൽ സമയം വേണമെങ്കിലും നമുക്ക് ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൗഹൃദ സന്ധ്യയിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകരിക്കും. കൂടുതൽ നേരം ലതീഷ് സംസാരിക്കാം. ഓൾറെഡി 7 ഹാൻഡ് കൂടെ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടൈമും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. അടുത്തത് ഷാജി ഡോക്ടർ റെഡിയാണെങ്കിൽ ഓക്കെ ഗോ ഹെഡ് പ്ലീസ്. കേൾക്കാം. താങ്ക് യു ലതീഷ്. എന്റെ സംശയം അജയൻ ചോദിച്ചതിന്റെ ബാക്കിയാണ്. ഈ ഫിനാൻഷ്യൽ അഡ്വൈസറെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് CA വേണോ, CFA വേണോ, CPA വേണോ? ഈ കൂട്ടത്തിൽ ആരാണ് നമ്മളൊക്കെ ഒരു പെർമനന്റ് ആയിട്ട് ഒരു ഫാമിലി ഡോക്ടറെ പോലെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ഫീസ് കൊടുക്കുന്നു, അയാൾ ഒരു പ്രൊഡക്റ്റും അയാൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു
ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? CFA കാരനെയാണോ, CPA കാരനെയാണോ, CA കാരനെയാണോ? എനിക്ക് തോന്നുന്നു അതില് പിന്നെ അതിൽ ക്വാളിഫിക്കേഷനേക്കാളും അപ്പുറം നമ്മൾക്ക് പിന്നെ എന്തായാലും ഇവരൊക്കെ സർട്ടിഫൈഡ് ആയ ആളുകൾക്ക് മാത്രമേ തുടങ്ങാൻ പറ്റൂ. അപ്പൊ CA-കാരെക്കാളും കൂടുതൽ ഈ മേഖലയിലുള്ളത് പിന്നെ CFA ആണ്. CFA-യുടെ ആൾക്കാരാണ് പിന്നെ കൂടുതൽ ഉണ്ടാകുക. കാരണം CA-കാർക്ക് ഉള്ള ഒരു പിന്നെ കുറെ കൂടി വൈഡർ സെഗ്മെന്റ് ആണ്. അപ്പൊ ഈ CFA ആണ് ഈ ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സില്, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൽ ഭൂരിഭാഗത്തിനും CFA ഉണ്ടാവും. അപ്പൊ അവരാണ് ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും അത്തരത്തിലുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ആൾക്കാരെ പേരൊന്നും ഞാൻ എന്തായാലും ഇതിന്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്നത് മോശമാണ്. കാരണം നമുക്ക് പലരെയും പരിചയമൊക്കെ ഉള്ള അത് പിന്നെ കാരണം അത് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സജഷൻസ്. ഈ ഫിക്സഡ് ആയിട്ട് ചെയ്യുന്നതിൽ നല്ല പിന്നെ മിടുക്കരായ ധാരാളം ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട്. അത് ഫിക്സഡ് റേറ്റ്. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ പെർസെന്റേജ് റേറ്റ് ഭയങ്കര റിസ്ക് ആണ്. നിങ്ങൾ ഒരു 5 crore 10 crore ഉള്ള പോർട്ട്ഫോളിയോ ഒക്കെ ഉള്ളതാണ് മാനേജ് ചെയ്യുന്നത്. അതിന്റെ ആ പെർസെന്റേജിൽ ആകുമ്പോൾ നമുക്ക് അത്രത്തോളം ചിലപ്പോൾ യൂസ്ഫുൾ ആയോ എന്നുള്ള നമുക്കൊരു പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ലത് ആനുവലി ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജ് ചെയ്യുന്ന ധാരാളം ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട്. അവര് നിങ്ങളെ അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ once in 6 months ഒക്കെ നിങ്ങൾക്ക് റീബാലൻസ് പിന്നെ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ റീബാലൻസ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്യും. അവരുണ്ടാകുമ്പോൾ നമുക്കൊരു സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം പറഞ്ഞാല് ഈ കൊറോണയുടെ സമയത്തൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞ് താഴുമ്പൊക്കെ അല്ലെ നിങ്ങൾ അത്രയും കടുപ്പപ്പെട്ട മനസ്സൊക്കെ മാനസികമായിട്ട് നിങ്ങൾ ഭയങ്കര ധീരന്മാരായിരിക്കണം. ഞാൻ വളരെ അപൂർവ ആൾക്കാരെ ഞാൻ അത്തരം കാറ്റഗറിയിലൊക്കെ പെട്ടവർ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അല്ലെ 30-40% മാർക്കറ്റ് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർത്തി സ്ഥലം വിടുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അഡ്വൈസർ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണമെന്ന് അയാൾ ഭയങ്കര കോൺഫിഡൻസിൽ നിങ്ങളെ ഇല്ല അതൊന്നും പ്രശ്നമല്ല നമുക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനാണ് അഡ്വൈസർ. അപ്പൊ അതുകൊണ്ട് ഫിക്സഡ് ഫീസിൽ ചെയ്യുന്ന അഡ്വൈസേഴ്സിന്റെ ഫിക്സഡ് ഫീസ് അഡ്വൈസേഴ്സിന്റെ പിന്നെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ധാരാളം അഡ്വൈസേഴ്സ് കിട്ടും. അങ്ങനെ തന്നെയുള്ള ഒരു ടീമുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും പൈസ കുറവായിരിക്കും. നമുക്കൊരു ആനുവലി ഒരു നിശ്ചിത ഫീസ് കൊടുത്ത് നമുക്ക് ചേരാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പറയുന്നതിന് പകരം ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം കുറച്ച് കാര്യങ്ങൾ. ഓക്കെ പ്ലീസ്. താങ്ക് യു. അടുത്ത ചോദ്യം മൻസൂർ അച്ചായർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കൂ പ്ലീസ്. മൻസൂർ ഉണ്ടോ? Yeah, thank you. Latish, it was nice presentation. Okay. എൻ്റെ ക്വസ്റ്റ്യന് ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, ഒരു FCNR വിത്ത് ഡെപ്പോസിറ്റ് വിത്ത് ലിവറേജ്. അതിന് ഒരു 15 to 20% ഒക്കെ ബാങ്ക്സ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി അറിയാമോ എന്തെങ്കിലും? FCNR കുറിച്ചിട്ട് എനിക്ക് അത്ര ധാരണയില്ല. കാരണം ഞാനത് നേരത്തെ പറഞ്ഞു. കാരണം എനിക്ക് ഇന്ത്യക്കുള്ളിലല്ലാതെ പുറത്തുള്ളതിനെ കുറിച്ച് എനിക്ക് പിന്നെ അത്ര കാരണം ഞാൻ ആ സെഗ്മെന്റ് അങ്ങനെ ശ്രദ്ധിക്കാത്ത ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസർ ഉണ്ടാകുന്ന ഒന്നാവും. അതെ, ഇതിലെന്താ പറയുന്ന വെച്ചാല് ഈ US ഡോളർ ഇപ്പൊ നമ്മളിപ്പോ ഒരു $100,000 ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു ഫോറിൻ ബാങ്ക് 9 times, അതായത് 900,000 അതിൽ ലിവറേജ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ 100,000-ന് ഏകദേശം 6.5% ഇത് കിട്ടും, റേറ്റ് കിട്ടും. പ്ലസ് മറ്റേ 900,000-ന് നമുക്ക് ഏകദേശം ഡിഫറൻസ് ആയിട്ട് 1% കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് 9 into 1. സോ 9 + 6 എന്ന് പറയുമ്പം 15% ഇയർലി നമുക്ക്. ബട്ട് ദ തിങ് ഈസ് യു ഷുഡ് പുട്ട് ഇറ്റ് ഫോർ 3 years or more. അത് ശരി. ഇത് റെഗുലേറ്റഡ് ആണ്? ആരെങ്കിലും അതിന്റെ പിന്നിൽ റെഗുലേഷൻ SBI ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. SBIന്റെ ഈ കൗണ്ടർ പാർട്ടി ഇവിടെ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവരാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻട്രസ്റ്റ് കുറവല്ലേ, ഇവിടെ ഇറ്റ് വിൽ ബി 5% ഫോർ എക്സാമ്പിൾ. ആൻഡ് ദെൻ ഇന്ത്യ യു പുട്ട് ഓൾ ദിസ് എമൗണ്ട് ബാക്ക് ടു ഇന്ത്യ in USD. Okay, then there you get 7 or 6.5. So there is a difference in the leverage, and plus for your amount you will get 6. So this looks good, I think, right?
അല്ല പക്ഷേ ഇപ്പൊ 10% മുകളിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സാധനം നിങ്ങൾ ശരിക്കും അസസ് ചെയ്തിട്ട് നോക്കണം. കാരണം പറഞ്ഞാല് ഒരിക്കലും ഒരു പ്രൊഡക്റ്റും എനിക്ക് തോന്നുന്നില്ല 10% മേലെ പെർഫെക്റ്റ്ലി 100% ഗ്യാരണ്ടീഡ് ആയിട്ട് തരാൻ പറ്റുമെന്ന്. അപ്പൊ അതില് റിസ്ക് നോക്കിയിട്ട് നമുക്ക് ഏതിൽ ചേരാം, അതിൽ തെറ്റൊന്നും ഇല്ലാന്ന് എന്റെ അഭിപ്രായം. ഒരു നിശ്ചിത പെർസെന്റേജേ പോകാവൂ. കാരണം ഒരു പോർട്ട്ഫോളിയോ നമ്മളെ മൊത്തം ഒരിക്കലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൂളിൽ പോയിട്ട് വീഴരുത്. അത് നമുക്ക് പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഇതിൽ പിന്നെ നമ്മൾ ഇൻഷുറൻസ് പറഞ്ഞില്ലേ, അതിലിപ്പോ നമുക്കിപ്പോ ഒരു ഹാർട്ട് അറ്റാക്ക് പ്രീവിയസ്ലി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇൻഷുറൻസിൽ ഇമ്പാക്ട് ചെയ്യും. പിന്നെ ആൻജിയോ ബിഫോർ ഫോർ എക്സാമ്പിൾ അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. കാരണം പറഞ്ഞാല് ഭൂരിഭാഗം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും പിന്നെ അങ്ങനെയുള്ള കേസ് അവർ സ്ട്രെയിറ്റ് അവേ പിന്നെ അവര് പിന്നെ ഒഴിവാക്കാനാണ് പലപ്പോഴും നോക്കുക. കാരണം വന്നു കഴിഞ്ഞാൽ അവർ പോളിസി പിന്നെ തരില്ല. എന്റെ പിന്നെ ചില ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റൈഡർ ഐഡി ഇതിന് എക്സ്ക്ലൂഷൻ പറയും. ഈ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് റിലേറ്റഡ് എന്തെങ്കിലും സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അത് എക്സ്ക്ലൂഷൻ ചെയ്യും. പക്ഷെ അത് എക്സ്ക്ലൂഷൻ ചെയ്തിട്ട് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ആൻജിയോ ചെയ്ത് എക്സ്ക്ലൂഷൻ ഇട്ടിട്ട് പോളിസി എടുത്ത് ഇപ്പൊ വേറൊരു ക്ലെയിം വന്നപ്പോ ഈ അവന്മാരത് വ്യാഖ്യാനിക്കുക അത് ക്യാഷ്ലെസ് ക്ലെയിം നമുക്ക് തരാതെ സാഹചര്യം വന്നു. അത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ അവർക്ക് വ്യാഖ്യാനിക്കാനുള്ള സൗകര്യം അവർക്ക് പലപ്പോഴും കിട്ടും. ഇത് പിന്നെ ഹാർട്ടിനുമായിട്ട് എന്തെങ്കിലും ബ്ലഡുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അവന്മാര് ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് ഇത് എക്സ്ക്ലൂഷനിൽ പെടുന്നതെന്ന് ഒഴിവാക്കാനുള്ള സ്ഥിതിയൊക്കെ വരും. അത് ഭയങ്കര ഭൂരിപക്ഷം ആളും ഈ ആൻജിയോ ചെയ്തിട്ടല്ലേ കിടക്കുന്നത്. അതുണ്ട്. അതാ പറയുന്നത്, ആൻജിയോ ചെയ്യുന്നതിന് മുന്നേ എടുക്കേണ്ട സാധനമാണ് ഈ സാധനം ഹെൽത്ത് ഇൻഷുറൻസ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് ഒരു കേസ് വന്നു കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് ഭയങ്കര ഡിമാൻഡ്. അതുകൊണ്ട് ആ സമയത്ത് പരമാവധി അതാ ഞാൻ പറഞ്ഞത് പറ്റും അൺലിമിറ്റഡ്, അല്ലെങ്കിൽ മിനിമം 1 crore അതുകൊണ്ടാണ് പറഞ്ഞത്. വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ എടുക്കാൻ പറ്റും. അപ്പൊ ഇതിന് ശേഷം ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന് കരുതുക, നിങ്ങൾ ഒരു 5 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ പോളിസി ഉണ്ട്, നിങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റി വന്നു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ആലോചിക്കുക, അയ്യോ ഇനി എന്നാൽ ഇത് കുറച്ച് കൂടി 25 ലക്ഷമോ അല്ല 50 ലക്ഷമോ 1 കോടിയോ ഒക്കെ നോക്കിയാൽ പിന്നെ അവന്മാർ സമ്മതിക്കില്ല, 1 രൂപ കൂടി തരില്ല. നിങ്ങളെ പോർട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പ്രൊവൈഡറിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെയും പോർട്ടിങ് ആരും എടുക്കില്ല. ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ചെയ്താലും ഇഷ്യൂ തന്നെയാണ് അല്ലേ? അതെ അല്ല എവിടെ ആയാലും ഈ പിന്നെ ഇൻഷുറൻസുകാര് എക്സ്ക്ലൂഷൻ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു രോഗം എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർ പരമാവധി അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് പനി പിടിച്ച് വന്നപ്പോൾ നമ്മളോട് പറയും അത് ചിലപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാരണം പനിയായിരിക്കും, നിങ്ങൾക്ക് ക്യാഷ്ലെസ് തരില്ല, വി വിൽ ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ്, എന്നിട്ട് നിങ്ങൾക്ക് വേണേ ക്ലെയിം ചെയ്യാന്ന്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ക്യാഷ്ലെസ് കിട്ടുക എന്നുള്ളതാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മൾ ആദ്യം പൈസ എടുത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലെയിം കിട്ടുന്നത് ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മൻസൂർ. അടുത്ത് ധനഞ്ജയൻ, അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ജോഷി, ലതീഷ്, താങ്ക് യു. പിന്നെ പ്രസന്റേഷൻ എല്ലാം ഉഷാറായിന്. പിന്നെ ഇത് മുന്നേ 21ാമത്തെ വയസ്സിൽ കേൾക്കണം എന്ന് തോന്നി. പക്ഷെങ്കിൽ ഇനി വയസ്സുകാലത്താണെങ്കിലും പിന്നെ ഞാനെല്ലാം ഇപ്പം ജോലി ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, സമ്പാദ്യം വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപകരിക്കുന്നു കരുതി. പിന്നെ അതിന് പുറമെ ജോഷി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തെങ്കിലും ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും അഥവാ ഇനി എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. നമ്മളെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളെ സുഹൃത്തുക്കൾ പലയാളും പിന്നെ ചില സമയത്ത് വലിയ വിഷമങ്ങളിലേക്ക് പോകുന്നു, എക്സ്പെൻസസ് ഭയങ്കരം അവർക്ക് താങ്ങാൻ പറ്റാത്ത എക്സ്പെൻസസ് വരുന്നു. അപ്പോൾ ആസ് എ ഫ്രണ്ട്സ് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോമൺ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വീണ്ടും ചിന്തിക്കാമെന്നാണ് വിചാരിക്കും. ലതീഷിനെ എന്തെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് പറയാം. സമയക്കുറവ് കാരണം ഞാൻ നീട്ടുന്നില്ല. താങ്ക് യു. അല്ല അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടാകുക പിന്നെ മെഡിക്കൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൾക്കാരോട്. കാരണം ഇത് പിന്നെ നേരത്തെ എടുക്കണം, ഇനി വൈകുന്നത് എന്നില്ലെങ്കിൽ നാളെയെങ്കിലും നമ്മൾ പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച്. വേറൊരു പ്രശ്നം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ
നമുക്ക് നാളെ പിന്നെ ഒരു ബെൻസിന്റെ കാർ വാങ്ങാൻ പോകുന്ന എല്ലാവരും സഹായിക്കണം എന്ന് പറയാനൊന്നും പറ്റില്ല. ആകെ പറയാൻ പറ്റുന്ന ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്രൈസിസ് വരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇത് ഇപ്പൊ പറഞ്ഞതായിരുന്നു, ഞങ്ങൾ KSBയിൽ ഒരു സുഹൃത്തിന് ഇപ്പം പിന്നെ ഒരു കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചുള്ളവരൊക്കെ കൂടിയിട്ട് ഒരു 20 ലക്ഷം രൂപ പിരിച്ചെടുത്തതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ. അപ്പൊ അത് വേണമെങ്കിൽ പിന്നെ നമ്മൾ ഏതൊരു ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഇന്റേണലി വരുമ്പോൾ പിന്നെ അത് നമ്മൾ ഇന്റേണലി തന്നെ മാനേജ് ചെയ്ത് പോയാൽ മാത്രമേ പറ്റൂ. അതിന് വേറൊരു സ്കീമിന്റെ ഭാഗമായിട്ട് പറ്റുമെന്ന് എനിക്ക് പിന്നെ തോന്നുന്നില്ല. എനിക്കൊരു ആൻസർ പറയാനുണ്ട് ധനഞ്ജയൻ ചോദിച്ച ചോദ്യത്തിന്. താങ്ക് യു ലതീഷിന്റെ ഒപ്പീനിയൻ. ഈ ഒരു കാര്യത്തിനെ പറ്റി 2 കാര്യങ്ങൾ കൂടി നമ്മളുടെ ലതീഷിന് ശേഷം പ്രസന്റേഷൻ പൈപ്പ് ലൈനിലുണ്ട്. അതിലൊന്ന് ഈ ധനഞ്ജയൻ പറഞ്ഞതാണ്, ഒരു എമർജൻസി ഫണ്ട് അഥവാ ഒരു ക്രൗഡ് ഫണ്ടിങ് ആവശ്യം വരുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ നമ്മൾ അറിയാവുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതിന് നമ്മൾ ഷാജി എന്ന് വിളിക്കുന്ന ഡോക്ടർ എന്ന് വിളിക്കുന്ന ഡോക്ടർ ഷാജി അതിനെപ്പറ്റി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രസന്റേഷൻ ഉടനെ പ്രതീക്ഷിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ലതീഷിനോട് ചോദിച്ച കുറേ അധികം ചോദ്യങ്ങളിലും ഇൻഷുറൻസിനെ പറ്റി പറയുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ TA രാജീവൻ, താര എന്ന് നമ്മൾ അറിയപ്പെടുന്ന TA രാജീവൻ ഇവിടെ പ്രസന്റേഷനിൽ ഇവിടെ ഉണ്ട് ഇന്ന്. രാജീവൻ വളരെയധികം അതിനെപ്പറ്റിയുള്ള കുറെ അധികം റിസ്കുകളും നമ്മളെ എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻഷുറൻസ് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യുമ്പോൾ അവർ ഡോക്യുമെന്റ് ചോദ്യങ്ങൾ കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറെ റിസ്കുകളുണ്ട്. രതീഷ് അതിനെപ്പറ്റി പറഞ്ഞു പോയിരുന്നു. അതിനെപ്പറ്റിയും ഒരു പ്രസന്റേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ 2 ഏരിയകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വാച്ച് ദി സ്പേസ്, വി വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. അപ്പൊ പ്രത്യേകിച്ചും ലതീഷിന്റെ ഈ ഒരു സംഗതിയിൽ വളരെയധികം നല്ല ഒരു റെസ്പോൺസ് കാണുമ്പോൾ ഇനിയും നമ്മൾക്ക് അതിലേക്ക് കൂടുതൽ ആൾക്കാർ പ്രചോദനം നൽകുന്നു കരുതാം. താങ്ക് യു ധനഞ്ജയൻ. താങ്ക് യു. നെക്സ്റ്റ് വൺ ഷാജിമോൻ അഗെയിൻ. ഷാജി. സോറി, 2 കാര്യം എനിക്ക് ലതീഷ് ഒരു നേരത്തെ പറഞ്ഞൊരു പോയിന്റിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം ഐ മീൻ ഐ അഗ്രി വിത്ത് യു ഓൺ ദ HDFC ERGO. അപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞു, മറ്റേ ഒരു പോളിസിയും ടോപ്പ് അപ്പ് പോളിസിയും ഒരു കോമ്പിനേഷൻ വരുമ്പോൾ what is the ideal one? Do you take 25 lakhs of health insurance and remaining on the top up, or take a very basic and not top up? Full top up. എങ്ങനെയാണ് അതിന്റെ what's the best combination എന്നാണ് ഒരു ചോദ്യം. പിന്നെ I just finished my point also. ആരൊക്കെയോട് ചോദിക്കണ്ടായിരുന്നു ഫോർ എ ഗുഡ് അഡ്വൈസ് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഡിറ്റോ ഇൻഷുറൻസ് പറഞ്ഞിട്ട്. ഇറ്റ്സ് ബേസിക്കലി ഫണ്ടഡ് ബൈ Zerodha folks and all. Very, very independent platform, and it's available on WhatsApp. They'll answer you all the questions, and they will not call you until you say that call me. So no spamming, nothing. It's a very good platform, and they do a very good advice on that. Okay, just end the experience പറയുന്നതാണ്. That's other question. Yeah, go ahead. ഓക്കെ. അപ്പോ ഇതില് യഥാർത്ഥത്തിൽ പിന്നെ ബേസ് പോളിസി പ്ലസ് സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷനാണ്. ഉദാഹരണത്തിന് പറഞ്ഞാല് സൂപ്പർ ടോപ്പ് അപ്പ് പോളിസികൾ വളരെ ചീപ്പാണ്, വളരെ വളരെ ചീപ്പാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ 4 അംഗ ഫാമിലിക്ക് ഒരു വർഷത്തേക്ക് 3000 ചില്ലറ രൂപയാണ്, 4000 രൂപ താഴെയാണ് സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിക്ക് വരുന്നത്. ആ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി പറഞ്ഞാൽ 10 ലക്ഷം ഡിഡക്റ്റബിൾ ഉള്ള പോളിസി, 90 ലക്ഷം രൂപയാണ് അതിൽ കിട്ടുക. 10 ലക്ഷം, അതായത് നിങ്ങൾക്ക് ക്ലെയിം 1 കോടി രൂപ വരികയാണെങ്കിൽ അവർ 90 ലക്ഷം തരും എന്നാണ് അതിന്റെ അർത്ഥം. ക്ലെയിം 20 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം തരും. അതാണ് സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി. അപ്പൊ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസി ഭയങ്കര ചീപ്പാകുമ്പോഴും അതിന് ബേസ് പോളിസിക്ക് ഉള്ളത്ര എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാകണമെന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ബേസ് പോളിസിയിൽ നിങ്ങൾക്ക് നല്ല പിന്നെ വേരിയന്റ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് റൂം അടക്കം നിങ്ങൾക്ക് ഉണ്ടാകാം. എന്നാൽ പിന്നെ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഇങ്ങനെയുള്ള ചില സൗകര്യങ്ങൾ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയിൽ ഉണ്ടാവില്ല. അപ്പൊ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയിൽ ചിലപ്പോൾ സിംഗിൾ AC റൂം മാത്രമേ ഉണ്ടാവൂ.
നിങ്ങൾക്ക് പിന്നെ വളരെ ഉയർന്ന ഏതെങ്കിലും റൂമുകളോ ഇങ്ങനത്തെ ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചിലപ്പോൾ അതിൽ മിസ്സിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഈ പൈസ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ ഭയങ്കര പൈസയിൽ ബുദ്ധിമുട്ടിപ്പോ ആദ്യം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ സൂപ്പർ ടോപ്പ് എങ്കിലും നിങ്ങൾ എടുക്കണം. ബേസ് പോളിസി എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, സൂപ്പർ ടോപ്പ് എടുത്താൽ നിങ്ങൾക്ക് വലിയൊരു പിന്നെ ക്ലെയിം വന്നാൽ ആദ്യത്തെ 10 ലക്ഷത്തിനല്ല ബുദ്ധിമുട്ട് വരിക, പിന്നത്തെ 90 ലക്ഷത്തിനാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നല്ലത് ഒരു ഫുൾ പിന്നെ ഇപ്പൊ 1 CR ഒരു അൺലിമിറ്റഡ് പോളിസി എടുക്കുകയാണെങ്കിൽ പൈസ കുറച്ച് കൂടുതലായിരിക്കും. ഇത് ബേസ് പ്ലസ് സൂപ്പർ ടോപ്പ് അപ്പ് എന്നുള്ള ആ ഒരു ഭൂരിഭാഗത്തിലും വരുന്നത് 10+ പിന്നെ 90, അതുപോലെ 5+95 പിന്നെ ആ രീതിയിലാണ് സൂപ്പർ ടോപ്പ് പോളിസി വരുന്നത്. 25+75 ഒക്കെ ഉണ്ട്. ഈവൻ 10+90 പോലും ഓക്കെയാണ്. ഞാൻ 10+90 ആണ്. പക്ഷെ 10+90 എന്ന് പറഞ്ഞാൽ എന്റെ ബേസ് പോളിസി ആ ബോണസ് ഒക്കെ കൂടി ഇപ്പം 40 ലക്ഷത്തോളം എനിക്ക് പിന്നെ ബേസ് പോളിസി തന്നെയുണ്ട്. അപ്പൊ അതിനുശേഷം മാത്രമേ എനിക്ക് സൂപ്പർ ടോപ്പിന്റെ പിന്നെ ആവശ്യം വരും. പക്ഷെ പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ബേസ് പോളിസി തന്നെ പരമാവധി എടുക്കുന്നതാണ് നല്ലത്. കാരണം ആ ബേസ് പോളിസിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു പിന്നെ നിങ്ങള് പിന്നെ അല്ലെങ്കിൽ ആദ്യത്തെ 10 ലക്ഷം വരെ പിന്നെ സ്യൂട്ട് റൂമിൽ നിന്നിട്ട് പിന്നത്തെ നിങ്ങൾ സ്യൂട്ട് റൂമിൽ നിന്ന് ആ പൈസ അവർ തരില്ല. അപ്പൊ അത് കുറച്ചെടും. പിന്നെ അപ്പൊ നിങ്ങളല്ലേ തുടക്കം മുതലേ നിങ്ങൾ പിന്നെ സിംഗിൾ AC റൂമിലേക്കോ അങ്ങനെയൊക്കെ നിങ്ങളെ ലിമിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നോക്കുമ്പോൾ ബേസ് പോളിസി എടുക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത് ഡിറ്റോ ആണ്. ഡിറ്റോയും പോളിസി ബസാറാണ് ഈ രംഗത്തെ ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സിൽ പിന്നെ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ പോളിസി ബസാറ് ഭയങ്കര സ്പാമേഴ്സ് ആണ്. ഒരിക്കലും നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങി. പിന്നെ നിങ്ങളെ ഫോണിൽ ചറപറ അവന്മാരെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ ശല്യം ചെയ്യും. നിങ്ങൾ അവസാനം അവന്മാരെ പിടിച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ തന്നെ അവർ പഴയ നമ്പറിന് മാറി വിളിക്കും. ഡിറ്റോ അക്കാര്യത്തിൽ ഡീസന്റ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ സ്പാം ചെയ്യില്ല. പിന്നെ വളരെ അവരുടെ വെബ്സൈറ്റിലാണെങ്കിൽ അവർ ധാരാളം പിന്നെ കമ്പാരിസൺസും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഡിറ്റോ വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ലോക്കൽ ഏജന്റ് ആണ് ഒരുപക്ഷെ പിന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റിന് ഏറ്റവും യൂസ്ഫുൾ. കാരണം ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, കാരണം ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ നമ്മളൊക്കെ ഡിറ്റോയിലൊക്കെ ആകുമ്പോൾ ഒരു കസ്റ്റമർ കെയർ സിസ്റ്റം ആണ്. നമ്മളെ വിളിച്ച് കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ച് പിന്നെ വെച്ച്. മറ്റേതാകുമ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് തന്നെ ചിലപ്പോൾ ഫിസിക്കലി ഒക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് സഹായിക്കേണ്ട ധാരാളം ഡിസ്പ്യൂട്ട് വരുന്ന ഒരു മേഖലയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാർ നമ്മളൊരു ക്ലെയിമിന് പോകുമ്പോൾ നിങ്ങളിപ്പോ ഇത്രയും 50,000 ഒക്കെ പിന്നെ പ്രീമിയം അടച്ചിട്ട് നിങ്ങൾ ക്ലെയിമിന് പോകുമ്പോൾ അറിയാം. ഈ പിന്നെ എന്റെ ഒരു പിന്നെ ഫ്രണ്ട് 20 വർഷത്തോളമായി, പിന്നെ 20 വർഷം 17 വർഷത്തോളം പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിയ സ്റ്റാർ ഹെൽത്ത്. എന്നിട്ട് പിന്നെ സ്ട്രോക്കിന് ഒരു പിന്നെ ഇത് വന്നു, സ്ട്രോക്കിന്റെ ഒരു ക്ലെയിം വന്നു. സ്ട്രോക്കിന്റെ ക്ലെയിം വന്നപ്പോ ആ പൈസ ഡിനേ ചെയ്തതിന് ഭയങ്കര റീസൺ ആവുന്നു. അത് നമ്മൾക്ക് തന്നെ ഒരു പാടാണ് കേട്ടോ. നമ്മള് ഹോസ്പിറ്റലിൽ ഒരു രോഗീനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഴയ കഥയൊന്നും ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ആ ക്ലെയിം അതിന് വരികയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇയാളുടെ അമ്മയോട്, ഇയാള് പിന്നെ സ്ട്രോക്ക് വന്നതിന് ബോധം കെട്ട് കിടക്കുകയല്ലേ, ഇയാളുടെ അമ്മയോട് ചോദിച്ചു എന്താണ് ഹിസ്റ്ററിയും ചോദിച്ചാലും പറഞ്ഞു ഇവൻ പണ്ട് 8ാം ക്ലാസ്സിലെ അസംബ്ലിയിൽ നിന്നപ്പോ ഇതുപോലെ പിന്നെ തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു പറഞ്ഞു. തീർന്ന്. അതെന്താ പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നിങ്ങള് ഒരു പിന്നെ നിങ്ങൾക്കുള്ള ഹിസ്റ്റോറിക്കലി ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് നിങ്ങൾ ഹൈഡ് ചെയ്തു നിങ്ങൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഡിനേ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. പിന്നെ അതിലൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഈ സാധനം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ സഹായിക്കാൻ ഒരു പക്ഷേ ലോക്കൽ ഏജന്റ് കൂടുതൽ ബെറ്റർ ആവും. പക്ഷെ ഡിറ്റോന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഡിറ്റോ നിങ്ങൾക്ക് ഇതിന് മേലോട്ട് പോയി വല്ല പിന്നെ ഓംബുഡ്സ്മാൻ ആ ലെവലിലൊക്കെ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ ഡിറ്റോ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. എനിക്ക് പേഴ്സണലി ഒരു ബന്ധമില്ല, മാത്രമില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ എപ്പോഴും കുറച്ചും കൂടി ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ലോക്കൽ ഏജൻസിനെ സപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ജോഷി, നമുക്ക് ഒരു ഒറ്റ പോയിന്റ് ഉണ്ടായിരുന്നു. ഈ നമുക്ക് ആക്ച്വലി പറ്റുമെങ്കിൽ നമുക്കൊരു നേരത്തെ ഒരു കോമൺ ഫണ്ടിങ്ങിനെ പറ്റി ചോദിച്ചേ, ഈ ഒരു ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാം. ആക്ച്വലി വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. ദാറ്റ് വുഡ് ബി വൺ ഓഫ് ദ ഓപ്ഷൻ ദാറ്റ് വി ക്യാൻ എക്സ്പ്ലോർ. Sure. We will look into that, Shajiman. Thank you for the suggestion.
Next one, Jason, please. Jason, unmute you. Yes. Thank you, Latif and Joshi. Quick one. ലത്തീഷ് പറഞ്ഞിരുന്നല്ലോ ഈ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, നിവ ബൂപ്പെ ഒരെണ്ണം, മറ്റേത് HDFC. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് 2 കമ്പനിയിലും അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, ഇൻ കേസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ രണ്ടോടത്തും ഒരേ കേസിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. 2 എടുക്കാൻ പറ്റും, 1 ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് അത് സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. കാരണം വെച്ചാല് പിന്നെ നിങ്ങള് ഇപ്പൊ നിവ ബൂപ്പയില് 2 ലക്ഷം അല്ല 5 ലക്ഷത്തിന് എടുത്തു, HDFC 10 ലക്ഷത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം നിവ ബൂപ്പയിലും ബാക്കി ഉള്ളത് അതിന് മേലെയുള്ളത് അപ്പുറത്തുനിന്ന് ക്ലെയിം ചെയ്യാനുള്ള 2 ഒന്നിച്ച് ക്ലെയിം ചെയ്യാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് ഓവർലാപ്പ് ചെയ്തിട്ട് അധികം പോളിസി എടുക്കുന്നതിൽ കാര്യമില്ലാന്ന് എന്റെ അഭിപ്രായം. അത് നഷ്ടക്കച്ചവടമാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വിക്കായിട്ട്. നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ പലപ്പോഴും എയ്തർ ഓർ സർവൈവർ എന്ന് വെക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ 10 ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, എൻ്റെ മോൻ്റെ പേരിൽ ഞാൻ എയ്തർ ഓർ സർവൈവർ എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ ഞാൻ ഓൾറെഡി ഒരു വില്ല് എഴുതിയിട്ടുണ്ട്, അതിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ പേര് വെച്ചു. വില്ല് ജനറൽ ആണ്, എല്ലാ പ്രോപ്പർട്ടികളും വൈഫിന് വേണ്ടിയിട്ട്. ഞാൻ എക്സാമ്പിൾ പറയാനാണ് കേട്ടോ. പിന്നെ ഞാൻ വേറെ നിങ്ങൾ പറഞ്ഞു ലീഗൽ ഹെയർ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഉദാഹരണം. അപ്പൊ അങ്ങനെ കേസുകൾ വരുമ്പോൾ ബാങ്ക് എപ്പോഴും നോക്കുക, അപ്പൊ നോമിനി വെക്കുന്ന കാര്യം, നോമിനേഷൻ. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നോമിനേഷൻ വെക്കും. ഏതോ സർവൈവർ മോന്റെ പേര് വെച്ചു, വില്ല് എഴുതിയത് വൈഫിന്റെ പേര് വെച്ചു, ഫോർ എക്സാമ്പിൾ. പിന്നെ മോളുടെ പേര് ഞാൻ ഇത് വെച്ചു, നോമിനി ആയിട്ട് വെച്ചു. അങ്ങനെ കേസുകൾ വരുമ്പോൾ ഇത് എന്തിനാണ് പ്രയോറിറ്റി ബാങ്ക് കൊടുക്കുക ഈ റിട്ടേൺ? എനിക്കെന്തെങ്കിലും പറ്റിയാൽ സിമ്പിൾ ആസ് ദാറ്റ്. ബാങ്ക് കണ്ണും പൂട്ടി നോമിനിക്ക് കൊടുക്കും, ഒന്നും ചെയ്യില്ല. കാരണം പക്ഷെ നോമിനി കറക്റ്റ് ആയിട്ട് ലീഗൽ ഹെയറിന് കൊടുക്കുന്നില്ലെങ്കിൽ ലീഗൽ ഹെയർസിന് നോമിനീനെ പിടിക്കാം, അയാൾക്കാർ കേസ് കൊടുക്കേണ്ടി വരും. കാരണം ബാങ്ക് ഒന്നും നോക്കൂല. ബാങ്ക് അത് ഈ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ നോമിനി സംവിധാനം. ബാങ്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനികള് ഇവർക്കൊക്കെ നിങ്ങൾ കേസ് കൊടുത്തിട്ട് ഇത് അതിന്റെ പിന്നാലെ നടക്കാനുള്ള സമയമില്ലാതുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്, നോമിനി സംവിധാനം. ബാങ്ക് അവിടെ കൊടുക്കുകയുള്ളൂ. അത് നിങ്ങൾ It's clear. Thank you very much, Latish. Next question by next person. താങ്ക് യു ജീസൺ. എന്തായാലും ജീസൺ ചോദിച്ച ചോദ്യം കേട്ടപ്പോ എനിക്കൊരു തമാശ ഓർമ്മ വന്നു. ഓണം വരുന്നുണ്ട് ജീസ, 2 ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തോ, 2 അടിച്ചാൽ ഫസ്റ്റ് പ്രൈസ്. അപ്പോ എന്തായാലും 2 എടുത്ത് ഇൻഷുറൻസ് എടുക്കണതിനെ പറ്റി വളരെ നല്ല രീതിയിൽ അത് ലതീഷ് ആൻസർ ചെയ്തു. താങ്ക് യു. അടുത്തത് സന്തോഷ് പ്ലീസ്. ലതീഷ് വളരെ ഭംഗി കൈകാര്യം ചെയ്തു കേട്ടാ. ഇത് ലതീഷ് ഇവിടെ കൈകാര്യം ചെയ്തത് ലതീഷിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പല എക്സ്പീരിയൻസോടുകൂടി പറഞ്ഞതുകൊണ്ട് കുറെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി. എൻ്റെ ഒരു ചോദ്യം, നിവ ഹൂപ്പ ഇൻഷുറൻസിൽ നമ്മൾ ബേസ് എടുത്തിട്ട് പിന്നെ അടുത്തത് ടോപ്പപ്പ് ചെയ്യുന്നത് ഏതായിരിക്കും നല്ലത്? ഈ ടോപ്പപ്പ്, അതായത് ഈ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. കാരണം 2 തരത്തിലുള്ള പോളിസി ഉണ്ട്. ടോപ്പപ്പ് പോളിസി എന്നും പറയും, സൂപ്പർ ടോപ്പപ്പ് പോളിസി എന്ന് പറയും. നമ്മൾ എടുക്കുമ്പോൾ സൂപ്പർ ടോപ്പപ്പ് പോളിസി തന്നെ എടുക്കണം. അപ്പോ ഇപ്പൊ സൂപ്പർ ടോപ്പപ്പ് പോളിസികളിൽ എനിക്ക് നമ്പർ 1 ആയിട്ട് തോന്നുന്നത് നിവ ബൂപ്പയുടെ ഹെൽത്ത് റീചാർജ് എന്ന് പറയുന്ന പോളിസിയാണ്. നിങ്ങള് ഈ സൂപ്പർ ടോപ്പപ്പ് എടുക്കുമ്പോൾ അങ്ങനെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ ആദ്യത്തെ 10 ലക്ഷം നിങ്ങൾക്ക് പോളിസി ഉണ്ടാകണം എന്ന് പോലുമില്ല. നിങ്ങൾക്ക് നിവ ബൂപ്പയാകാം, സ്റ്റാർ ആകാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടും ഒരു പ്രൊവൈഡറിന് ആയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യം ഞാൻ എൻ്റെ സ്റ്റാർ ആയിരുന്നു എൻ്റെ ബേസ് ഹെൽത്ത് പോളിസി. പക്ഷെ സൂപ്പർ ടോപ്പപ്പ് വർഷങ്ങളായിട്ട് നിവ ബൂപ്പയായിരുന്നു. പിന്നെ ഞാൻ കരുതി ഇതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പോളിസി ഇപ്പോ എനിക്ക് 10 ലക്ഷത്തിന്റെ ബേസ് പോളിസി, 90 ലക്ഷത്തിന്റെ സൂപ്പർ ടോപ്പപ്പ് ആകുമ്പോൾ ഏതെങ്കിലും കാരണവശാല് ഈ 10 ലക്ഷത്തിന് മേലെ ക്ലെയിം വരുന്ന ഒരു സ്ഥിതി വന്നാല് രണ്ട് കമ്പനികളാകുമ്പോ ഒന്ന് ക്ലെയിം ചെയ്ത് അത് ക്ലോസ് ചെയ്ത് എന്നിട്ട് വേണം മറ്റവൻ അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ മറ്റവൻ പൈസ തരൂ. ഇത് രണ്ടും ഒന്നിച്ചാകുമ്പോ രണ്ടും ബേസ് സൂപ്പർ ടോപ്പപ്പ് ആണെങ്കിലും അങ്ങനെ അത് ഒറ്റ പോളിസി പോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് കാശ് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിഷൻ അറിയില്ല. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പോ നിങ്ങൾ ഏതിന്റെയാണോ ബേസ് എടുക്കുന്നത് കഴിയുന്നതോ അതിന്റെ തന്നെ സൂപ്പർ ടോപ്പപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. അല്ലെ പിന്നെ നിങ്ങൾ ബേസ് തന്നെ ഫുൾ, നിങ്ങൾ പ്രീമിയം കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ലെങ്കിൽ ബേസ് തന്നെ ഫുൾ എത്ര എമൗണ്ടും വേണമെങ്കിലും എടുക്കാം. കാരണം അത്ര മുകളിലോട്ട് പോകുമ്പോൾ ഇൻഷുറൻസിന്റെ പ്രീമിയം വല്ലാതെ കുറയും. കാരണം ക്ലെയിം അത്രയൊന്നും വളരെ റെയറായിട്ട് വരും. വല്ല ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനോ വല്ല ആക്സിഡന്റോ അങ്ങനത്തെ മേജർ സർജറിയോ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ മാത്രമാണ്
ഈ പിന്നെ 25 ലക്ഷമൊക്കെ ക്രോസ് ചെയ്യും. അല്ല ബാക്കിയുള്ള ഏത് ക്ലെയിമും എനിക്ക് തോന്നുന്നു 10-15 ലക്ഷത്തിനുള്ളിൽ തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു കേസ് സാധാരണഗതിയിൽ വരുന്നത് ഇപ്പൊ. ഓക്കെ, അതാണ് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു. പിന്നെ ജോഷി, വേറെ ഈ പറഞ്ഞത് നമ്മളെ കോഴിക്കോട് ഒരു MVR ക്യാൻസർ സെന്റർ ഉണ്ട്. അവിടെ നിങ്ങൾ ഒരു 15,000 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റുമായിട്ട് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഞാനൊരു ഇൻഫർമേഷൻ തന്നതുള്ളൂ. അത് പിന്നെ നല്ലൊരു അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് ക്യാൻസർ കെയർ പോളിസീസ് ഒക്കെ അങ്ങനെയാണ്. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാല് അങ്ങനെ ഇപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് വരാനൊരു സാധ്യതയില്ല. അപ്പൊ ഇത് ഒരു ഇൻഷുറൻസ് പോലെ തന്നെയാണ്. അവര് ചിലപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയായിട്ട് അവർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് അതിൽ നിന്നൊരു നിശ്ചിത തുക പിന്നെ അവർ FD പോലെയാണല്ലോ അത് എടുക്കുന്നത്. അപ്പൊ നിശ്ചിത തുക അതിൽ നിന്ന് പിന്നെ അവർ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തുനിന്ന് അവർ ആ പ്രീമിയം ആയിട്ട് മാറ്റി വെക്കുന്നുണ്ടാണ്. കാരണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് അപ്പൊ അത് സസ്റ്റൈനബിൾ ആകുന്നത് അതുകൊണ്ടാണ്. അത് എല്ലാവർക്കും എടുക്കുന്ന എല്ലാവർക്കും ക്യാൻസർ എന്തായാലും വരില്ല. അതിൽ ചിലപ്പോൾ 1-2 ശതമാനത്തിനെ ക്യാൻസർ വരും. അവിടെയാണ് അതിന്റെ ഒരു പിന്നെ സസ്റ്റൈനബിലിറ്റി നിൽക്കുന്നത്. അത് ഞാനും കേട്ടിട്ടില്ലാണ്. അത് നല്ലതാണത്. താങ്ക് യു ലതീഷ്, താങ്ക് യു സന്തോഷ്. നെക്സ്റ്റ് ഉണ്ണി നായർ, അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ലതീഷെ നമസ്കാരം, നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ചോദ്യം ചോദിക്കാനാണ്. ഒന്ന്, ഈ കുട്ടികൾ 18 ക്രോസ് ചെയ്താൽ അവരെ ഫാമിലി ഇൻഷുറൻസ് ഒന്ന് ഡീലിങ്ക് ചെയ്യുന്നതാണോ നല്ലത്, അല്ല അവർക്ക് ജോലി കിട്ടുന്ന സമയത്ത് ഡീലിങ്ക് ചെയ്യുന്നതാണോ നല്ലത്? ഡീലിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ 18 കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി അവരുടെ പോളിസി സെപ്പറേറ്റ് ചെയ്യുന്നതാണോ, അല്ല അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ആസ് ലോങ് ആസ് അത് പോകുന്നതനുസരിച്ച് പിന്നെ ലേറ്റർ ഓൺ എപ്പോഴെങ്കിലും ഡീലിങ്ക് ചെയ്താൽ മതിയോ എന്നാണ് അവർ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. രണ്ടാമത്തത്, ഈ സൂപ്പർ ടോപ്പപ്പ് പോളിസി അത് പോർട്ടബിൾ ആണോ? അത് ഒരു തവണ ചെയ്തത് ഒരു കമ്പനി രണ്ടാമത്തെ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞ വേറൊരു കമ്പനിയിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പരിപാടി എങ്ങനെയാണ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സാധാരണഗതിയിൽ ഈ ബേസ് പോളിസികളിൽ ഭൂരിഭാഗത്തിലും പിന്നെ നിങ്ങളുടെ ചിൽഡ്രനെ മാനേജ് ചെയ്യുന്നത് 25 വയസ്സ് വരെയാണ് ഭൂരിഭാഗം പോളിസികളിൽ കാണുന്നത്. 25 വയസ്സ് വരെ ഫാമിലിയുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് ലാഭവും. കാരണം എന്നാൽ ഫാമിലി മൊത്തത്തിലുള്ള പോളിസിന്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ ആ ഒരു പ്രൈസിൽ പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഒരു 50 ലക്ഷത്തിനോ അല്ലെ 1 കോടിക്കോ നമ്മൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ 4 അംഗ ഫാമിലിയെ 4 ആൾക്കും ഒരുമിച്ച് അസുഖം വരുന്ന സാഹചര്യം വളരെ റെയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഫാമിലി ആയിട്ടുള്ള മൊത്തത്തിലുള്ള പോളിസികൾ കൂടുതൽ ബെറ്റർ ആണ്. എന്നാൽ 25 പിന്നെ വയസ്സ് കഴിഞ്ഞാൽ പലരും റിന്യൂ ചെയ്യാൻ സംഭവിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുട്ടികൾക്ക് വേറെ ഒന്നിലേക്ക് മാറാൻ പറ്റും. വേറെ ആ സമയത്ത് തന്നെ അവർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ പോളിസി ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആക്കുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലൊക്കെ കണ്ടിന്യൂറ്റി ഭയങ്കര പ്രധാനമാണ്. കാരണം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് കവർ ചെയ്യുന്ന ഈ കണ്ടിന്യൂറ്റി വഴിയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ പോളിസി എടുത്താൽ പല രോഗങ്ങൾക്കും ആദ്യത്തെ 2 വർഷത്തോളം നിങ്ങൾക്ക് ഒരു തരത്തിലും അവര് പിന്നെ ക്ലെയിം തരില്ല. ധാരാളം എക്സ്ക്ലൂഷൻസും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ 5-10 കൊല്ലം തുടർന്നിട്ടായിരിക്കും നിങ്ങളെ മക്കളെ അടക്കം പോളിസി ഉണ്ടാകും. അപ്പൊ അവർ പുതിയലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിലും അവർക്ക് നേരത്തെ ആ ഫാമിലി പോളിസിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് അവർക്ക് അന്ന് മുതലേ ഉള്ളതാണ്. അവർക്ക് Day 1 മുതൽ തന്നെ അവർക്ക് എല്ലാ അസുഖവും അവർക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ബേസ് പോളിസിയിൽ ഇതില് ഫാമിലിന്റെ ഗ്രൂപ്പ് പോളിസി നിങ്ങൾ തുടരാൻ പറ്റുന്ന കാലത്തോളം തുടരുന്നതന്നെ നല്ലത്. അത് കഴിഞ്ഞ് അവർ സ്വന്തം ഇൻകം ഒക്കെ ആയി വരുമ്പോൾ മാറാം. ചിലയിലൊക്കെ 30 വയസ്സ് വരെ ഉണ്ട്, നിങ്ങൾ അതുവരെ ഇല്ല. എന്തായാലും ഒരു ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു പോളിസിയിലേക്ക് പോവുക. അവർ മാനേജ് ചെയ്യുന്നതാണല്ലോ നല്ലത്. പിന്നെ നമ്മളെ പോളിസിയിൽ പിന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. രണ്ടാമത്തത് എന്തായിരുന്നു ചോദ്യം? പറഞ്ഞ ജസ്റ്റ് ഒരു ഈ സൂപ്പർ ടോപ്പപ്പ് പോളിസി ഇല്ല, അത് പോർട്ടബിൾ പോർട്ടിംഗ് അല്ലെ? ഓക്കെ. പോർട്ടിങ്ങിന്റെ ഒന്നാമത് പോർട്ടിങ് വളരെ റെയർ ഒക്കേഷൻസിലെ പോർട്ടിങ് ചെയ്യാവുന്നതാണ് ഞാൻ പറയാം. കാരണം പോർട്ടിങ് ഭയങ്കര കോംപ്ലിക്കേഷനാണ്. പോർട്ടിങ്ങിന്റെ സമയത്തും നിങ്ങളുടെ എല്ലാ സാധനവും ഡിക്ലെയർ ചെയ്യണം. നിങ്ങളെല്ലാ പ്രീ എക്സിസ്റ്റിംഗ് ആ സമയത്തുള്ള ഡിസീസസ് ഒക്കെ ഡിക്ലെയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് പിന്നെ അവരെടുക്കുക. നിങ്ങൾ കൊളസ്ട്രോള്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവര് ABCD എന്ന് പറയുന്ന 4 രോഗങ്ങളാണ് ഇവർക്ക് ഏറ്റവും ഇവർക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസുകാർക്ക് ബുദ്ധിമുട്ട് പറയുന്നത്. ഒന്ന് ആസ്മ,
BP, പിന്നെ കൊളസ്ട്രോള്, ഡയബറ്റിസ്. ഇതാണ് ABCD എന്ന് പറയുന്നത്. ഈ ABCD സാധനങ്ങൾ ഏതെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോർട്ടിങ്ങില് ആ സമയത്ത് ആ രോഗം ഉണ്ടെങ്കിൽ പിന്നെ ഇവന്മാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. വേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നോന്ന് പറയും. സൂപ്പർ ടോപ്പപ്പ് പോർട്ട് ചെയ്യുമ്പോൾ അതിലങ്ങനെ സൂപ്പർ ടോപ്പപ്പ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവര് നിങ്ങൾക്ക് 1 കോടിന്റെ ഇൻഷുറൻസ് ബേസും സൂപ്പർ ടോപ്പപ്പും കൂടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും അതിൽ പിന്നെ 1 കോടിന്റെ പോളിസി ഉണ്ടെങ്കിൽ അതിലേക്ക് മാറാൻ അവർ സമ്മതിക്കും. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അത് പിന്നെ ഇപ്പുറത്തും അവര് അണ്ടർ റൈറ്റിംഗ് ചെയ്യും കേട്ടോ. ഈ സാധനമൊക്കെ എടുത്ത് നിങ്ങളുടെ എല്ലാ സാധനം ഇവാലുവേറ്റ് ചെയ്ത് ഈ പോർട്ടിംഗ് എന്ന് പറഞ്ഞാല് നിങ്ങളെ ചോയ്സ് അല്ല, കസ്റ്റമറുടെ ചോയ്സ് അല്ല, ഇൻഷുററുടെ ചോയ്സ് ആണ്. അയാൾക്ക് നിങ്ങളെ വേണോ വേണ്ടയോ എന്നുള്ള നല്ല പത്തരമാറ്റ് കസ്റ്റമേഴ്സിനെ മാത്രമേ അവർ പോർട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കൂ. അപ്പൊ അവര് നന്നായിട്ട് ചെക്ക് ചെയ്ത് അണ്ടർ റൈറ്റിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് മാത്രമേ പോർട്ടിംഗ് എടുക്കൂ. അപ്പൊ അത് അങ്ങനെ ഒരു ഇവഞ്ച്വാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇനി പ്രായമൊക്കെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒന്ന് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും സേഫ് പലപ്പോഴും. അല്ല, ഞാൻ ഈ ചോദിക്കാൻ കാരണം എൻ്റെ ബേസ് പോളിസി ഒരു കമ്പനിയും ഈ സൂപ്പർ ടോപ്പപ്പ് വേറൊരു കമ്പനിയാണ്. ഈ സൂപ്പർ ടോപ്പപ്പ് എടുത്തിരിക്കുന്ന മറ്റേ നമ്മുടെ എന്താണ് കമ്പനിയുടെ, അപ്പൊ രണ്ടും രണ്ടാവുമ്പോൾ അത് പ്രശ്നമല്ലേ എന്നാണ് ഒരു ഡൗട്ട്. അല്ല, ഞാനതിന് ചെയ്തത് ബേസ് പോളിസി പിന്നെ ചെയ്യുക. കാരണം സൂപ്പർ ടോപ്പപ്പ് ഭൂരിഭാഗം കമ്പനികൾക്കും അധികം സാധനം ഇല്ല. അപ്പൊ നമുക്ക് സിമിലർ ആയിട്ടുള്ള സാധനത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിവാബുപ്പേന്റെ സൂപ്പർ ടോപ്പപ്പ് ആയിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ബേസ് സ്റ്റാർ ഹെൽത്ത് നിന്ന് അപ്പുറത്തേക്ക് മാറി, അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം പിന്നെ കംപ്ലീറ്റ് ഇതൊന്നും ഇല്ലാന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടാണ് നിവാബുപ്പ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് ഭാര്യയ്ക്ക് 2 മക്കൾക്ക് എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും, പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ 5-6 കൊല്ലത്തെ എല്ലാ മെഡിക്കൽ ഹിസ്റ്ററി അവർക്ക് കൊടുക്കണം, ഏതെങ്കിലും ക്ലെയിം നടന്നിട്ടുണ്ടെങ്കിൽ അത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കൊടുത്ത് അവരെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവർ ബേസ് പോളിസി പോർട്ട് ചെയ്തു തന്നത്. അതാണ് അതിലൊരു വിഷയം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഉണ്ണി. ലതീഷ്, ഇനി 2 പേരും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് 4 മിനിറ്റും കൂടെ ഉള്ളൂ. ഒരു ചോദ്യം എനിക്കുണ്ട്. ഞാൻ ഷക്കീറിലേക്കും സന്തോഷിലേക്കും തിരിച്ചു വരാം. അവർ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഫൈനാൻഷ്യൽ സംഗതികളിൽ ഒരു ട്രാൻസ്പെറൻസി വേണം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും കുറെ അധികം അൺക്ലെയിംഡ് FD 700 കോടി ഉണ്ടെന്ന് ഒക്കെ വന്നിരിക്കുന്നു. അപ്പൊ നമ്മളുടെ സ്കാമും ഫ്രോഡും അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ നമ്മൾ പ്രായമാകുമ്പോൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിലും നോമിനി ഉണ്ടെങ്കിലും അതിന്റെ ലീഗൽ ഹയർസ് വേറെ ആണെങ്കിലും നമ്മൾക്ക് ഒരാളോടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളോടോ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നമ്മൾക്ക് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ FD ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പാസ്വേഡ് എന്നുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എന്തൊക്കെ എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പല പത്രവാർത്തകളിലും TV ന്യൂസുകളിലും ഒക്കെ മക്കൾക്ക് നേരത്തെ കാര്യങ്ങൾ പങ്കുവെച്ചു കൊടുത്തു. അവർ അച്ഛനമ്മനെയും പറ്റിച്ചു പോയ 1-2 അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇൻസിഡൻസ് കവർ ചെയ്തിട്ട് അവർക്കൊരു പേടിയുണ്ട്. ആ ഒരു പേടി എനിക്ക് വരാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ നമ്മുടെ മക്കളോട് ഇത് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറിനോട് ഇത് പറയാൻ പറ്റുമോ? ഈ ട്രാൻസ്പെറൻസിനെ പറ്റി ഒന്ന് പറയൂ പ്ലീസ്. യഥാർത്ഥത്തില് പിന്നെ ആ രീതിയിലുള്ള റിസ്ക് ഒന്നും ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ ഡിമാറ്റോ ഇതൊന്നും എന്ത് സാധനം ഉണ്ടെങ്കിലും പിന്നെ ഇതിന്റെ പാസ്വേഡ്സ് ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യണ്ട. കാരണം പറഞ്ഞാല് പിന്നെ എവിടെയാണ് ഇത്ര പിന്നെ സാധനങ്ങൾ ഉള്ളത്, ഇത്ര ഇപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് അതിന് 5 പൈസ എടുക്കാൻ പറ്റില്ല. കാരണം പിന്നെ ഇനി പാസ്വേഡ് സംഘടിപ്പിച്ചാൽ പോലും അത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും. പിന്നെ എല്ലാ പാസ്വേഡുകളും നിങ്ങൾ അതിന്റെ പോയിന്റേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഇവര് പിന്നെ എല്ലാ ബാങ്കിലും പോയിട്ട് ചോദിക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല ഇങ്ങനെ എവിടെയെങ്കിലും പൈസ ഉണ്ടോന്ന്. അതുകൊണ്ടാണ് പിന്നെ SBI എനിക്കിതാ പിന്നെ ഏകദേശം ഇത്ര പൈസ FD മറ്റേത് ഈ ബാങ്ക് ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം ബാങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അച്ഛന്റെ മറ്റു കുഴപ്പമില്ല, പാൻ കാർഡ് ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും. കാരണം പറഞ്ഞാല് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഇൻകം ടാക്സുകാർ ഇത് മൊത്തം എടുത്തിട്ട് പിന്നെ AIS കൊണ്ടുപോയി ഇടുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടോ സകല സാധനം നോക്കണ്ടെങ്കിലും അയാളുടെ പാൻ അടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ സകല ബാങ്ക് അക്കൗണ്ടും ഇയാളുടെ സകല മ്യൂച്വൽ ഫണ്ടും എല്ലാ സാധനവും അവിടെ ഡിസ്പ്ലേ ആവും. നിങ്ങൾ ആകെ ഇതിലിപ്പോ ഏറ്റവും പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് സാധാരണ ബാങ്കിൽ അങ്ങനെ FD ഉണ്ടെങ്കിലാണ്. ഭൂരിഭാഗം സാധാരണ ബാങ്കുകളും ഇതിലൊന്നും ലിങ്ക്ഡ് അല്ല.
അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റു ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട് അല്ലേ അറ്റ്ലീസ്റ്റ് ആ സർട്ടിഫിക്കറ്റ് എങ്കിലും പിന്നെ ഞാൻ ലോക്കലിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പിന്നെ ഇൻഫർമേഷൻ കൊടുത്തില്ലേ മിസ്സാവും. മറ്റേത് പിന്നെ ജസ്റ്റ് ഒരു ഡോക്യുമെന്റിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുക്കുന്നതിൽ പിന്നെ യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഇല്ല. അങ്ങനെ നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് അടിച്ചു മാറ്റാൻ പറ്റില്ല. നമ്മൾ മരിച്ചതിന് ശേഷം മാത്രമേ നോമിനിക്ക് പോലും പിന്നെ കാശ് കൊടുക്കും. അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് റിസ്ക് ഇല്ല എന്തായാലും. ഗ്രേറ്റ്, താങ്ക് യു. വിനോദ് ഹാൻഡ് റേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. വിനോദ് പി പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടോക്ക്. ഷക്കീർ Okay. Thank you, Latish. An excellent presentation. Joshi, thank you for coordinating. അതുപോലെ ലതീഷ് പറഞ്ഞതുപോലെ നമ്മുടെ ലതീഷ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിയും. നമ്മൾ ഓരോരുത്തരും ഈ ഫിനാൻഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ല. അപ്പം നമുക്ക് വേണ്ടിയുള്ള ഒരു റിസർച്ചാണ്, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള റിസർച്ചാണ് ഒബ്ജക്റ്റീവായിട്ട് ന്യൂട്രലായിട്ട് ലതീഷ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ബയാസ്ഡ് അല്ലാതെ ഉള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻഫർമേഷൻ. താങ്ക് യു. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ജോഷി, താങ്ക് യു. ഞാൻ വേറെ ഒന്നുമില്ല, വെറുതെ കാര്യം NRI കുറച്ച് ഇതിനകത്തുള്ളത് കൊണ്ടാണ്. നമുക്ക് ഓൾറെഡി ഒരു ഇൻഷുറൻസ്, അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇൻഷുറൻസ് എടുക്കാതെ. ഇവിടെ ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട്, നാട്ടിലും കൂടെ കവർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ സൂപ്പർ ടോപ്പ് അപ്പ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ലേറ്റർ സ്റ്റേജിൽ അവിടെ വരുമ്പോൾ, ഇവിടെ ഇൻഷുറൻസ് ഇവിടത്തെ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ വന്നിട്ട് വേറെ എടുത്താൽ മതിയോ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നിന്ന് ഇപ്പൊ ഇൻഷുറൻസ് നമുക്ക് നാട്ടിലും യൂസ് ചെയ്യാം. ഇൻഷുറൻസിന് തൽക്കാലം നിങ്ങൾ സൂപ്പർ ടോപ്പ് അപ്പ്, കാരണം പലപ്പോഴും ഈ ഡിഡക്റ്റീബിൾ 10 ലക്ഷം ഒന്നും നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. കാരണം അതിന് മേലെയുള്ള പൈസ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ചലഞ്ചസ് വരുന്നത്. അതുകൊണ്ട് മറ്റേത് ചെറിയ പൈസയല്ലേ, സൂപ്പർ ടോപ്പ് അപ്പ് എടുത്താലും നമുക്ക് തൽക്കാലത്തെ വലിയൊരു ചലഞ്ചസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. കാരണം അവിടെയും നിങ്ങൾക്ക് ഇൻഷുറൻസിന് നിങ്ങൾ പ്രീമിയം കൊടുക്കുന്നതുകൊണ്ട്. താങ്ക് യു ഷക്കീർ. സന്തോഷ് വേഗം ചോദിക്കൂ, സമയം പെട്ടെന്ന് ചോദിക്കുന്നുള്ളൂ. ലതീഷേ, എന്റെ പോളിസി ബസാറിലാണ് ഞാൻ ഇനീഷ്യൽ എടുത്തത്. അതിനി ലോക്കൽ ഏജന്റിലേക്ക് മാറ്റാൻ പറ്റൂലേ? പോളിസി ബസാറിൽ എടുത്താല് പിന്നെ നിങ്ങൾക്ക് പോർട്ടിങ് പറ്റും. പോർട്ടിങ്ങിന് പിന്നെ തടസ്സമൊന്നും ഉണ്ടാവില്ല. മൈഗ്രേഷൻ പറ്റില്ല. കാരണം പോളിസി ബസാർ നിങ്ങളെ ഉദാഹരണം, നിങ്ങളെ മൈഗ്രേഷൻ ഞാൻ പറഞ്ഞുതരാം. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അതേ കമ്പനിയിൽ വേറൊരു പോളിസിയിലേക്ക് മാറുന്നതിനാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയാം. അത് നടക്കില്ല. അതുപോലെ നിങ്ങൾ സ്റ്റാർ ഹെൽത്തിന്റെ ഒരു പോളിസി എടുത്തു, സ്റ്റാർ ഹെൽത്തിന്റെ അതേ പോളിസി നിങ്ങൾക്ക് ഒരു പിന്നെ ഏജന്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോ മറ്റേ ഏജന്റ്, ഇപ്പൊ നിലവിലത്തെ ഏജന്റ് NOC കൊടുക്കണം. എന്തായാലും പോളിസി ബസാർ കൊന്നാൽ NOC കൊടുക്കില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക്, പക്ഷെ പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ടു ഇൻഷുറൻസ് കമ്പനിയാണ്. അതിന് പിന്നെ ഇത് ഒരു തടസ്സമില്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പോളിസി എക്സ്പയർ ആകുന്നതിന്റെ 60 ദിവസം മുമ്പ് പിന്നെ ഏജന്റിനോട്, നിങ്ങളുടെ ലോക്കൽ ഏജന്റിനോട് പറഞ്ഞ് അതിലേക്ക് പിന്നെ അയാളോട് പിന്നെ ഇത് പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോർട്ടിങ് പിന്നെ ഏത് ഓൺലൈൻ ആയാലും ഇതായാലും അവര് പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ചെയ്യും. അതിൽ പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ പോർട്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ ചെയ്യാം, അതിൽ പ്രശ്നമില്ല. ആകെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, പിന്നെ നിങ്ങളെ കഴിഞ്ഞ ഒരു 5-8 വർഷത്തിന് മുമ്പിലുള്ള എല്ലാ മെഡിക്കൽ ക്ലെയിം ഹിസ്റ്ററീസ്, ഇതിന്റെ എല്ലാ ഡോക്യുമെന്റും പിന്നെ കഴിയെങ്കിലും എല്ലാ വർഷത്തെയും പോളിസി ഡോക്യുമെന്റ്സ് ഇതൊക്കെ, അതൊക്കെ ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് PDF ഫയൽസ് ഉണ്ടാവും നമ്മുടെ മെയിലിലൊക്കെ. പക്ഷെ അതൊക്കെ കൊടുക്കേണ്ടി വരും ഒരു പോർട്ടിങ്ങിൽ വരുമ്പോൾ. നിങ്ങൾക്ക് അത് മാത്രമായിട്ടുള്ള കൺസ്ട്രെയിന്റ് ഉള്ളൂ. രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പോർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല, ക്ലീൻ ഷീറ്റിൽ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പോളിസി ബസാറിലെടുത്ത സാധനത്തിന് ലോക്കൽ ഏജന്റിലേക്ക് പിന്നെ വേറൊരു ഇൻഷുറൻസ് നിങ്ങൾ സ്റ്റാർ ആണെങ്കിൽ നിങ്ങൾക്ക് നിവാബുപ്പിലേക്കോ HDFCയിലേക്കോ അല്ലെങ്കിൽ ICICI ലംബാർഡിലേക്കോ അല്ലെങ്കിൽ ആദിത്യ ബിർളയിലേക്കോ ഒക്കെ മാറാം. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച് എവരിവൺ. അങ്ങനെ വളരെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു ലതീഷ്. ഇത് മീറ്റിംഗ് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട സമയമായി, 3 മിനിറ്റ് ലേറ്റ് ആയി. അപ്പോ മീനയ്ക്ക് അവസാനം കൺക്ലൂഡ് ചെയ്യാൻ മീനയെ ഞാൻ ക്ഷണിക്കുന്നു. മീനയ്ക്ക് ലതീഷിനോട് നന്ദി പറയാനും കൺക്ലൂഡ് ചെയ്യാനും പ്ലീസ്. മീന. നമ്മുടെ ഫൈനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് അടുത്തിരിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ അതില് നമുക്ക് എല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ള ഒന്നാണെങ്കിലും നമ്മൾ പലരും അത് ഒരു ബാലികേറ മലയായിട്ടാണ് കാണുന്നത്. ഒരു കൺസൾട്ടന്റിനെ കണ്ടുപിടിച്ചോ അതിനുശേഷം തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്രോകാസ്റ്റിനേറ്റ് ചെയ്തിരിക്കും. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പൊ ഇതിലേക്ക് എല്ലാം പരിഹാരമാക്കി ഒരു ത്രൂ ലൈറ്റ് നമ്മുടെ കൂട്ടത്തിലുള്ള തന്നെ നമ്മുടെ സുഹൃത്തായ ലതീഷിനെ ഇവിടെ ക്ഷണിച്ച്
ഒരു പ്രസന്റേഷന് ക്ഷണിച്ചതിന് ഓർഗനൈസേഴ്സിന്റെ പേരിൽ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ജോഷിക്ക് ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേരിലും ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെ പേരിലും നന്ദി. പിന്നെ ഈ ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഓരോ ആസ്പെക്ട്സും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പഠിച്ച് അനലൈസ് ചെയ്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ ലളിതമായിട്ടും പ്രൊഫഷണലുമായിട്ടും ഒക്കെ അവതരിപ്പിച്ച ലതീഷിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അവസാനമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തി ഈ പ്രസന്റേഷൻ ആൻഡ് ഡിസ്കഷനിലെല്ലാം പങ്കുചേരുകയും ഇതിനെ ഇൻട്രാക്റ്റീവ് ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോരുത്തരുടെ ഉള്ളിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും വേണ്ടി ചോദിച്ച ഓരോ പാർട്ടിസിപ്പൻസിനും ഹൃദയപൂർവ്വം നന്ദി. ഇത് ഇന്നലെ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അത് മാറ്റി ഇന്നത്തേക്കാക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെയും കൂടെ ആയിരുന്നു. അതിന് ഒപ്പീനിയൻ പോൾ ഇട്ടപ്പോൾ വോട്ട് ചെയ്ത ഓരോരുത്തർക്കും എൻ്റെ പേഴ്സണൽ താങ്ക്സ് ഒന്നറിയിക്കട്ടെ. ഇതുപോലെയുള്ള ഓരോ സെഷൻസും ഇനിയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Thank you everyone. Thank you. Bye. Thank you. Thanks a lot. Thanks everyone. Bye bye. അപ്പൊ ഇനി